ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത് എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് ആകുന്നു. അപ്പോൾ ഈ ഒരു വിഷയവുമായി സംബന്ധിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് ഏൻഷ്യൻ ഫാദർ ഓഫ് എക്കണോമിക്സ് അല്ലെങ്കിൽ പ്രാചീന സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന എക്കണോമിസ്റ്റ് ആരാകുന്നു? അദ്ദേഹത്തിന്റെ പേരാകുന്നു ചാണക്യൻ. ചാണക്യനെയാണ് ഏൻഷ്യൻ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നും അല്ലെങ്കിൽ പ്രാചീന സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നും അറിയപ്പെടുന്ന എക്കണോമിസ്റ്റ് ആകുന്നു ചാണക്യൻ. എന്നാൽ നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് ഈ ഒരു ക്വസ്റ്റൻ അല്ല. നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് ഫാദർ ഓഫ് എക്കണോമിക്സ് അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്നീ പേരുകൾ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ പേരെന്താകുന്നു? ഫാദർ ഓഫ് എക്കണോമിക്സ് അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്നീ പേരുകൾ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ പേരെന്താകുന്നു? അദ്ദേഹത്തിന്റെ പേരാകുന്നു ആഡം സ്മിത്ത്. ആഡം സ്മിത്ത് എഴുതിയ പ്രസിദ്ധമായ പുസ്തകമുണ്ട്, അതിന്റെ പേരാകുന്നു വെൽത്ത് ഓഫ് നേഷൻ. ആഡം സ്മിത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു തിയറി ഉണ്ട്, ആ തിയറിയുടെ പേരാകുന്നു ലേസസ് ഫെയർ തിയറി. ആഡം സ്മിത്തിനെ മറ്റൊരു പേരുകൾ കൂടി അറിയപ്പെടുന്നുണ്ട്. ആഡം സ്മിത്തിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാകുന്നു ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ്. ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് എന്നും ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നും ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്നും അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാകുന്നു ആഡം സ്മിത്ത്. എന്നാൽ ഏൻഷ്യൻ ഫാദർ ഓഫ് എക്കണോമിക്സ്, പ്രാചീന സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാണക്യനാകുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടില്ല. നമ്മളോട് ചോദിക്കാറുള്ളത് ഫാദർ ഓഫ് എക്കണോമിക്സ്, ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് അല്ലെങ്കിൽ ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് എന്നീ പേരിൽ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പേരാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരാകുന്നു ആഡം സ്മിത്ത്. ആഡം സ്മിത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു തിയറി ഉണ്ട്, അതിന്റെ പേരാകുന്നു ലേസസ് ഫെയർ തിയറി. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു ബുക്ക് ഉണ്ട്, അതിന്റെ പേരാകുന്നു വെൽത്ത് ഓഫ് നേഷൻ. ഇനി ഫാദർ ഓഫ് മോഡേൺ മൈക്രോ എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാകുന്നു, അതായത് എക്കണോമിസ്റ്റ് ആകുന്നു ആൽഫ്രഡ് മാർഷൽ. ആൽഫ്രഡ് മാർഷലിനെയാണ് ഫാദർ ഓഫ് മോഡേൺ മൈക്രോ എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്തിനെയാണ്. അതുപോലെ ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് എന്നും അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ് എന്നും എന്നീ പേരിൽ അറിയപ്പെടുന്ന എക്കണോമിസ്റ്റ് ആകുന്നു ജോൺ മെയ്നാർഡ് കെയ്ൻസ്. ജോൺ മെയ്നാർഡ് കെയ്ൻസിനെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് എന്നാണ്, അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ് എന്നാണ് ജോൺ മെയ്നാർഡ് കെയ്ൻസിനെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഡർ ചെയ്യാം. ഏൻഷ്യൻ ഫാദർ ഓഫ് എക്കണോമിക്സ് ചാണക്യൻ, ഫാദർ ഓഫ് എക്കണോമിക്സ് ആഡം സ്മിത്ത്, ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് ആഡം സ്മിത്ത്, ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് ആഡം സ്മിത്ത്, ഫാദർ ഓഫ് മോഡേൺ മൈക്രോ എക്കണോമിക്സ് ആൽഫ്രഡ് മാർഷൽ, ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് ജോൺ മെയ്നാർഡ് കെയ്ൻസ്, ഫാദർ ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ് ജോൺ മെയ്നാർഡ് കെയ്ൻസ്. Next, we are going to discuss the topic is ഇന്ത്യൻ ബാങ്കിംഗ് മേഖല, ചരിത്രം, ലയനം. ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ ബാങ്കിംഗ് മേഖല, ചരിത്രം, ലയനം. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് എന്നത് 1770 സ്ഥാപിതമായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആകുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് എന്നത് 1770 സ്ഥാപിതമായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആകുന്നു. പിന്നീട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ബാങ്കുകളാകുന്നു ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് ബംഗാൾ ആൻഡ് ബാങ്ക് ഓഫ് മദ്രാസ്. ബാങ്ക് ഓഫ് ബംഗാളിന്റെ പഴയ പേരാകുന്നു ബാങ്ക് ഓഫ് കൊൽക്കത്ത. 1806 സ്ഥാപിതമായ ബാങ്ക് ഓഫ് കൊൽക്കത്തയാണ് 1809 ബാങ്ക് ഓഫ് ബംഗാളായി മാറുന്നത്. 1840 ബാങ്ക് ഓഫ് ബോംബെയും 1843 ബാങ്ക് ഓഫ് മദ്രാസും സ്ഥാപിതമായി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ മൂന്ന് ബാങ്കുകളെയും, അതായത് ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് മദ്രാസ് എന്നീ മൂന്ന് ബാങ്കുകളെയും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് 1921 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നു. അപ്പോൾ 1921 രൂപം കൊണ്ട ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഈ മൂന്ന് ബാങ്കുകളും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് രൂപം കൊണ്ട ബാങ്കാകുന്നു. ഓക്കെ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് മദ്രാസ് എന്നീ മൂന്ന് ബാങ്കുകളെ സംയോജിപ്പിച്ച് 1921 ഇംപീരിയൽ ബാങ്ക് ഉണ്ടാകുവാൻ കാരണമായ നിയമമാകുന്നു 1861 വന്ന പേപ്പർ കറൻസി നിയമം. 1861 നിലവിൽ വന്ന പേപ്പർ കറൻസി നിയമത്തിലൂടെയാണ് ഈ മൂന്ന് ബാങ്കുകളെയും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് 1921 ഇംപീരിയൽ ബാങ്ക് നിലവിൽ വരുന്നത്. 1861 പേപ്പർ കറൻസി നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് ഈ ബാങ്കുകളൊക്കെ തന്നെ, അതായത് ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് മദ്രാസ് തുടങ്ങിയ ബാങ്കുകളൊക്കെ തന്നെ സ്വതന്ത്രമായി കറൻസികൾ പ്രിന്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ പ്രിന്റ് ചെയ്ത കറൻസികൾ കാരണമായിട്ട് വിപണിയിൽ പണത്തിന്റെ മൂല്യത്തിന് വൻ ഇടിവ് സംഭവിച്ചു. പേപ്പർ കറൻസി നിയമത്തിലൂടെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ബാങ്കുകൾക്ക് സ്വതന്ത്രമായി നോട്ടുകൾ പ്രിന്റ് ചെയ്യാൻ പാടില്ല. നോട്ടുകൾ പ്രിന്റ് ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്നത് ഗവൺമെന്റ് അംഗീകൃത ബാങ്കുകൾക്കാണ്. അത്തരം ഗവൺമെന്റ് അംഗീകൃത ബാങ്കുകളിൽ അച്ചടിച്ച നോട്ടുകൾ മാത്രമേ വാലിഡ് ആവുകയുള്ളൂ. എന്ന ഈ നിയമത്തിലൂടെ ഈ മൂന്ന് ബാങ്കുകളെയും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് 1921 ഇംപീരിയൽ ബാങ്ക് ഉണ്ടായി. 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്കിന്റെ നടത്തിപ്പിനെ കുറിച്ച് പഠിക്കുവാനായിട്ട് വന്ന കമ്മീഷന്റെ പേരാകുന്നു ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഹിൽട്ടൺ യങ് കമ്മീഷന് പറയുന്ന മറ്റൊരു പേരാകുന്നു റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫൈനാൻസ്. അതായത് 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്കിന്റെ നടത്തിപ്പിനെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി വന്ന കമ്മീഷന്റെ പേരാകുന്നു ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഹിൽട്ടൺ യങ് കമ്മീഷന് പറയുന്ന മറ്റൊരു പേരാകുന്നു റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫൈനാൻസ്. ഈ ഒരു ഹിൽട്ടൺ യങ് കമ്മീഷന്റെ, അതായത് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫൈനാൻസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യക്ക് ഒരു സെൻട്രൽ ബാങ്ക് വേണം എന്ന നിർദ്ദേശം വരുന്നത്.
അതിലൂടെയാണ് 1935 ഇന്ത്യക്ക് ഒരു സെൻട്രൽ ബാങ്ക് നിലവിൽ വരുന്നത്. ആ ബാങ്കിന്റെ പേരാകുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതായത് 1935 നിലവിൽ വന്ന ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരാൻ കാരണമായ കമ്മീഷന്റെ പേരാകുന്നു ഹിൽട്ടൺ യങ് കമ്മീഷൻ, അതായത് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫൈനാൻസ്. 1935 രൂപീകൃതമായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെടുന്നത് 1949 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെടുന്നത്. 1921 നിലവിൽ വന്ന ഇമ്പീരിയൽ ബാങ്കാണ് 1955 SBI ആയി മാറുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് 1921 രൂപം കൊണ്ട ഇമ്പീരിയൽ ബാങ്കാണ് 1955 SBI ആയി മാറുന്നത്. ഇപ്പോൾ നമ്മളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകും 1770 കൊൽക്കത്തയിൽ സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എന്ത് സംഭവിച്ചു എന്ന്. കൊൽക്കത്തയിൽ 1770 സ്ഥാപിതമായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ 62 വർഷക്കാലമാണ് പ്രവർത്തിച്ചത്. അത് 1832 പ്രവർത്തനം നിർത്തുകയാണ് ഉണ്ടായത്. ദെൻ മറ്റൊരു പോയിന്റ് കൂടി ഇവിടെ പറയുന്നുണ്ട്. മാക്രോ എക്കണോമിക്സിന്റെ പിതാവായ ജോൺ മൈനാർഡ് കെയ്ൻസ് എഴുതിയ വളരെ പ്രശസ്തമായ ഒരു ബുക്കുണ്ട്. അതിന്റെ പേരാകുന്നു ഇന്ത്യൻ കറൻസി ആൻഡ് ഫൈനാൻസ്. 1921 ജനുവരി 27 രൂപം കൊണ്ട ഇമ്പീരിയൽ ബാങ്ക് SBI ആയി മാറുന്നത് 1955 1955 ഏപ്രിൽ 1 ഇമ്പീരിയൽ ബാങ്ക് SBI ആയി മാറുന്നതുമായി സംബന്ധിച്ച് നിയമം പാസാക്കുകയും മെയ് 8 ആ നിയമത്തിൽ പ്രസിഡന്റ് ഒപ്പുവെക്കുകയും ജൂലൈ 1 SBI നിലവിൽ വരികയും ചെയ്തു. അങ്ങനെ 1955 ജൂലൈ 1 SBI നിലവിൽ വന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാകുന്നു SBI. SBIയുടെ ആപ്തവാക്യമാകുന്നു പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ്. പിന്നീട് 4 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1959 SBI സബ്സിഡിയറി ആക്ട് നിലവിൽ വരുന്നു. ഈ ആക്ടിലൂടെയാണ്, അതായത് ഈ നിയമത്തിലൂടെയാണ് 1959 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന 8 ബാങ്കുകളെ SBIയിലേക്ക് മെർജ് ചെയ്യാനുള്ള തീരുമാനം ഉണ്ടാകുന്നത്. SBIയിലേക്ക് മെർജ് ചെയ്യപ്പെട്ട 8 ബാങ്കുകളാകുന്നു ബാങ്ക് ഓഫ് ബിക്കനീർ, ബാങ്ക് ഓഫ് ജയ്പൂർ, ബാങ്ക് ഓഫ് ഹൈദരാബാദ്, ബാങ്ക് ഓഫ് ഇൻഡോർ, ബാങ്ക് ഓഫ് സൗരാഷ്ട്ര, ബാങ്ക് ഓഫ് പട്ടിയാല, ബാങ്ക് ഓഫ് മൈസൂർ, ബാങ്ക് ഓഫ് ട്രാവൻകൂർ. ഈ ബാങ്കുകളെല്ലാം ഒറ്റയടിക്ക് SBIയുമായി ലയിക്കുകയല്ല ചെയ്തത്. ഘട്ടം ഘട്ടമായി 50ഓളം വർഷങ്ങൾ കൊണ്ടാണ് ഈ 8 ബാങ്കുകളും SBIയിലേക്ക് മെർജാകുന്നത്. ഓക്കെ, സ്വതന്ത്ര ഇന്ത്യയിലെ, അതായത് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ബാങ്കുകളുടെ ആദ്യ മെർജിംഗ് നടക്കുന്നത് 1963 1963 സ്വതന്ത്ര ഇന്ത്യയിലെ ബാങ്കുകളുടെ ആദ്യ മെർജിംഗ് നടക്കുന്നത്. അന്ന്, അതായത് 1963 മെർജ് ചെയ്യപ്പെട്ട 2 ബാങ്കുകളാകുന്നു ബാങ്ക് ഓഫ് ബിക്കനീറും ബാങ്ക് ഓഫ് ജയ്പൂറും. ബാങ്ക് ഓഫ് ബിക്കനീറും ബാങ്ക് ഓഫ് ജയ്പൂറും 1963 മെർജ് ആവുകയും പിന്നീട് ഈ 2 ബാങ്കുകളെയും കൂടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനീർ ആൻഡ് ജയ്പൂർ എന്നറിയപ്പെട്ടു, അതായത് SBBJ എന്നറിയപ്പെട്ടു. 1963 ബാങ്ക് ഓഫ് ബിക്കനീറും ബാങ്ക് ഓഫ് ജയ്പൂരും കൂടി മെർജായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനീർ ആൻഡ് ജയ്പൂർ ആയി മാറിയപ്പോൾ SBIയിലേക്ക് ലയിക്കാനിരുന്ന 8 ബാങ്കുകളിൽ നിന്ന് അത് 7 ബാങ്കുകളായി കുറയുന്നു. പിന്നീട് SBIയിലേക്ക് ലയിക്കാൻ എത്ര ബാങ്കുകളുണ്ട്? 7 ബാങ്കുകളുണ്ട്. അവയാകുന്നു: ഫസ്റ്റ് വൺ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ജയ്പൂർ ആൻഡ് ബിക്കനീർ, സെക്കൻഡ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, മൂന്നാമത്തത് ബാങ്ക് ഓഫ് ഇൻഡോർ, നാലാമത്തത് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര, അഞ്ചാമത്തത് ബാങ്ക് ഓഫ് പട്ടിയാല, ആറാമത്തത് ബാങ്ക് ഓഫ് മൈസൂർ, ഏഴാമത്തത് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. ഇനി 7 ബാങ്കുകളാകുന്നു SBIയിലേക്ക് മെർജ് ചെയ്യാനുള്ളത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം, അതായത് 2008 ബാങ്ക് ഓഫ് സൗരാഷ്ട്ര SBIയിലേക്ക് മെർജാകുന്നത്. അതിനുശേഷം 2010 ബാങ്ക് ഓഫ് ഇൻഡോറും SBIയിലേക്ക് മെർജാകുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ടോട്ടൽ 7 ബാങ്കിൽ ഇനി 5 ബാങ്കാണ് ബാലൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 7 ബാങ്കുകളിൽ ഇനി 5 ബാങ്കുകൾ കൂടിയാണ് SBIയിലേക്ക് മെർജാകാനുള്ളത്. ഓക്കെ, പിന്നീട് 2017 ഈ ബാലൻസ് ഉള്ള 5 ബാങ്കുകളും അതിൻ്റെ കൂടെ ഭാരതീയ മഹിളാ ബാങ്കും കൂടി SBIയിലേക്ക് മെർജാകുന്നു. അങ്ങനെ ഈ ഒരു 1959 വന്ന SBI സബ്സിഡിയറി ആക്ട് കംപ്ലീറ്റ് ആകുന്നു. അതായത് 1959 വന്ന SBI സബ്സിഡിയറി ആക്ട് കംപ്ലീറ്റ് ആകുന്നത്, ആ ഒരു നിയമം ഫുൾഫിൽ ആകുവാനായിട്ട് 58 വർഷങ്ങളെടുത്തു. 2017 ഏപ്രിൽ 1 കൂടിയിട്ടാണ് ഈ 8 ബാങ്കുകളും SBIയിലേക്ക് മെർജാകുന്നത്. അതിൻ്റെ കൂടെ മറ്റൊരു ബാങ്കും കൂടി SBIയിലേക്ക് മെർജാകുന്നുണ്ട്. അത് ഭാരതീയ മഹിളാ ബാങ്ക് ആകുന്നു. 2013 നവംബർ 19 സ്ഥാപിതമായ ഭാരതീയ മഹിളാ ബാങ്കും കൂടി SBIയിലേക്ക് ലയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിവേ 1959 ഈ ഒരു 8 ബാങ്കുകളെയും SBIയിലേക്ക് മെർജാക്കുക എന്നുള്ളൊരു നിയമം പാസ്സാക്കുകയും ആ നിയമം പാസ്സാക്കുവാനായിട്ട് 58 വർഷങ്ങൾ എടുക്കുകയും ചെയ്തു. 2017 കൂടി ഈ 8 ബാങ്കുകളും SBIയിലേക്ക് മെർജാകുന്നു. അതിൻ്റെ ഒപ്പം തന്നെ 2013 നവംബർ 19 സ്ഥാപിതമായ ഭാരതീയ മഹിളാ ബാങ്ക് കൂടി SBIയിലേക്ക് മെർജാകുന്നു. ഓക്കെ, 2017 ഏപ്രിൽ 1 കൂടിയിട്ട് ഈ ഒരു നിയമം കംപ്ലീറ്റ് ആകുന്നു. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭാരതീയ മഹിളാ ബാങ്കിനെ കുറിച്ചാകുന്നു. ഭാരതീയ മഹിളാ ബാങ്ക് 2013 നവംബർ 19 ഭാരതീയ മഹിളാ ബാങ്ക് ആരംഭിക്കുന്നത്. നവംബർ 19 എന്നത് ഇന്ദിരാഗാന്ധിയുടെ ബർത്ത് ആനിവേഴ്സറി ആകുന്നു.
ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ ബാങ്കാകുന്നു ഭാരതീയ മഹിളാ ബാങ്ക്. ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആദ്യ ചെയർമാനാകുന്നു ഉഷ അനന്ത സുബ്രഹ്മണ്യൻ. വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നതാകുന്നു ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആപ്തവാക്യം. 2017 ഏപ്രിൽ 1 ഭാരതീയ മഹിളാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക്, അതായത് SBIയിലേക്ക് മെർജായി. അതിനുശേഷം ഇന്ത്യയിൽ 2020 9 ബാങ്കുകളെ വെച്ച് മെഗാ മെർജിംഗ് നടക്കുകയുണ്ടായി. 2020 മെഗാ മെർജിംഗിലൂടെ നിലവിൽ വന്ന നാഷണലൈസ്ഡ് ബാങ്കുകളാകുന്നു SBI, PNB, BOB, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്. അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയവ 2020 മെഗാ മെർജിംഗിലൂടെ വന്ന നാഷണലൈസ്ഡ് ബാങ്കുകളാകുന്നു. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാകുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് SBI. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കുകളുടെ പേര് ആ ഒരു ഓർഡറിൽ പറയാം. ഫസ്റ്റ് റാങ്കിങ്ങിൽ വരുന്നത് SBI ആകുന്നു. അതിനുശേഷം PNB, അതായത് പഞ്ചാബ് നാഷണൽ ബാങ്ക്, ദെൻ BOB, ബാങ്ക് ഓഫ് ബറോഡ, നാലാമത്തേത് കാനറ ബാങ്ക് ആകുന്നു. RBI, ദാറ്റ് മീൻസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. ബാങ്കുകളുടെ ബാങ്ക്, വായ്പകളുടെ നിയന്ത്രകൻ, സർക്കാരിന്റെ ബാങ്ക് എന്നീ പേരുകളിൽ RBI അറിയപ്പെടുന്നു. RBIയുടെ ആസ്ഥാനം മുംബൈ ആകുന്നു. റിസർവ് ബാങ്കിന്റെ എംബ്ലത്തിൽ കാണുന്നത് എണ്ണപ്പനയും കടുവയുമാണ്. ഇന്ത്യയിലെ എല്ലാ വാണിജ്യ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന പരമോന്നത ബാങ്കാകുന്നു RBI. ഇന്ത്യയിലെ എല്ലാ ബാങ്കുകൾക്കും വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നത് RBI ആകുന്നു. ₹1 ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും പ്രിന്റ് ചെയ്തിറക്കുന്നതിനുള്ള അവകാശം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണുള്ളത്. ₹1 നോട്ട് പ്രിന്റ് ചെയ്തിറക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ആകുന്നു. നോട്ടടിക്കുന്നതിന് റിസർവ് ബാങ്ക് ആ നോട്ടുകളുടെ നിശ്ചിത മൂല്യം വരുന്ന ഗോൾഡോ ഫോറിൻ കറൻസിയുടെ ശേഖരമോ കരുതലായി സൂക്ഷിക്കുന്നു. റിസർവ് ബാങ്കാണ് ഇന്ത്യയിലെ എല്ലാ ബാങ്കുകൾക്കും വായ്പ കൊടുക്കുന്നത്. അതായത് നമുക്കറിയാം, എല്ലാ ബാങ്കുകളുടെയും വരുമാന മാർഗം എന്നത് നമ്മൾ നിക്ഷേപിക്കുന്ന ഡെപ്പോസിറ്റ്സ് ആകുന്നു. നമ്മൾ സേവിങ്സ് അക്കൗണ്ടിലൂടെയോ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് സെക്യൂരിറ്റികളോ ഗോൾഡോ ഒക്കെ ആയിട്ട് നമ്മൾ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നവയാണ് ബാങ്കിന്റെ വരുമാന മാർഗം. എന്നാൽ ഇത് തികയാതെ വരുമ്പോൾ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്നും കടം എടുക്കുന്നു. റിസർവ് ബാങ്ക് ഈ ബാങ്കുകൾക്ക് പണം കടം കൊടുക്കുമ്പോൾ അതിന് ഒരു നിശ്ചിത റേറ്റ് ഇൻട്രസ്റ്റ് ഈടാക്കുന്നുണ്ട്. ഓക്കെ, റിസർവ് ബാങ്ക് ഇന്ത്യയിലെ മറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന പണത്തിന്റെ പലിശ കൂട്ടുന്നതനുസരിച്ച് ഈ വാണിജ്യ ബാങ്കുകളും അവരുടെ വായ്പയിലുള്ള ഇൻട്രസ്റ്റ് കൂട്ടുകയും അപ്പോൾ ആളുകൾ ബാങ്കിൽ നിന്നും പണം കടം വാങ്ങുന്നത് കുറയുകയും അതുകാരണമായി കമ്പോളത്തിൽ പണപ്പെരുപ്പം കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ വായ്പകളുടെ നിയന്ത്രകനായും കമ്പോളത്തിലെ പണപ്പെരുപ്പത്തിന്റെ നിയന്ത്രകനായും റിസർവ് ബാങ്ക് പ്രവർത്തിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് RBI നൽകുന്ന വായ്പകൾക്കോ അല്ലെങ്കിൽ മറ്റു സഹായങ്ങൾക്കോ പകരമായി RBI പലിശയോ മറ്റു യാതൊരു പ്രതിഫലമോ വാങ്ങുന്നില്ല. എന്നാൽ ഈ സേവനങ്ങൾക്ക് RBI അതാത് ഗവൺമെന്റിന്റെ സെക്യൂരിറ്റി വാങ്ങിച്ചു വെക്കാറുണ്ട്. എന്താണ് മോണിറ്ററി പോളിസി? മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് മുന്നോട്ട് വെക്കുന്ന ഒരു നയത്തെയാണ്, ഒരു പോളിസിയെയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. ഇതെന്തിനാണ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഉണ്ടാകുന്ന സാമ്പത്തിക മാന്ദ്യം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, പണപ്പെരുപ്പം എന്നിവ നിയന്ത്രിക്കുവാനും പരിഹരിക്കുവാനും വേണ്ടിയിട്ടാണ് ഈ ഒരു നയം മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകുന്ന സാമ്പത്തിക മാന്ദ്യത്തെ, തൊഴിലില്ലായ്മയെ, ദാരിദ്ര്യത്തെ, പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കുവാനും പരിഹരിക്കുവാനും കഴിയുന്നത് 2 പേർക്ക് മാത്രമാണ്. ഒന്നാമത്തത് നമ്മുടെ രാജ്യത്തിന്റെ ഗവൺമെന്റിനും, 2 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും. ഓക്കെ, ഇനി ഈ പറയുന്ന സാമ്പത്തിക മാന്ദ്യം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, പണപ്പെരുപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള നയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് റിസർവ് ബാങ്ക് ആണെങ്കിൽ റിസർവ് ബാങ്ക് മുന്നോട്ട് വയ്ക്കുന്ന ഈ നയങ്ങളെ നമുക്ക് മോണിറ്ററി പോളിസി എന്ന് പറയാം. അതേസമയം ഇത്തരത്തിലുള്ള സാമ്പത്തിക മാന്ദ്യം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, പണപ്പെരുപ്പം ഈ തുടങ്ങിയ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള നയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ആ രാജ്യത്തെ ഗവൺമെന്റ് ആണെങ്കിൽ ആ നയങ്ങളെ നമുക്ക് ഫിസിക്കൽ പോളിസി എന്ന് പറയാം. ഫിസിക്കൽ പോളിസിയെക്കുറിച്ച് നമ്മുടെ സിലബസിൽ പഠിക്കാനില്ല, നമുക്ക് മോണിറ്ററി പോളിസിയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ മോണിറ്ററി പോളിസിക്ക് 2 ടൂൾസ് ആണുള്ളത്. മോണിറ്ററി പോളിസിക്ക് 2 ടൂൾസ് ആകുന്നുള്ളത്. ഫസ്റ്റ് വൺ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ്, സെക്കൻഡ് ഈസ് ക്വാളിറ്റേറ്റീവ് ടൂൾസ്. നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് മോണിറ്ററി പോളിസിയിലെ ഈ 2 ടൂൾസിൽ വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസിലും ക്വാളിറ്റേറ്റീവ് ടൂൾസിലും നമുക്ക് പഠിക്കാനുള്ള ടൂൾ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് എന്നുള്ളതാണ്. ഓക്കെ, ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് മെയിനായിട്ട് 5 എണ്ണമാകുന്നു ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ CRR, രണ്ടാമത്തത് SLR, മൂന്നാമത്തത് റിപ്പോ റേറ്റ്, നാലാമത്തത് റിവേഴ്സ് റിപ്പോ റേറ്റ് ആൻഡ് 5ാമത്തേത് ബാങ്ക് റേറ്റ്. ഇങ്ങനെ 5 ടൂൾസ് ആകുന്നു ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മോണിറ്ററി പോളിസിയിൽ വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസിൽ വരുന്ന CRR, SLR, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ് ഇവ എന്തൊക്കെയാണെന്ന് പഠിക്കാം. ആദ്യമായിട്ട് നമുക്ക് CRR എന്താണെന്ന് നോക്കാം. CRRന്റെ ഫുൾ ഫോം ആകുന്നു ക്യാഷ് റിസർവ് റേഷ്യോ. ഇതെന്താണെന്ന് നോക്കാം.
ക്യാഷ് റിസർവ് റേഷ്യോ എന്താണെന്ന് പറഞ്ഞു തരാം. അതായത് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓരോ ബാങ്കുകളും അവരുടെ ബാങ്കിൽ വരുന്ന ക്യാഷിന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് എമൗണ്ട് റിസർവ് ബാങ്കിൽ സൂക്ഷിക്കേണ്ടതിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ, അതായത് CRR എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ പറയുന്നത് ബാങ്കിൽ വരുന്ന നെറ്റ് ഡിമാൻഡ് ടൈം ലയബിലിറ്റിയുടെ നിശ്ചിത പെർസെന്റേജ് റിസർവ് ബാങ്കിൽ സൂക്ഷിക്കേണ്ടതിനെ പറയുന്ന പേരാകുന്നു CRR. ഇതിനെ നമ്മൾ പറയുന്നത് ഒരു ബാങ്ക് ആ ബാങ്കിൽ വരുന്ന നെറ്റ് ഡിമാൻഡ് ടൈം ലയബിലിറ്റിയുടെ, അതായത് NDTLന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് പൈസ റിസർവ് ബാങ്കിൽ സൂക്ഷിക്കേണ്ടതിന് പറയുന്ന പേരാകുന്നു CRR, അതായത് ക്യാഷ് റിസർവ് റേഷ്യോ. ഇനി നമുക്ക് SLR എന്താണെന്ന് നോക്കാം. SLRന്റെ ഫുൾ ഫോം ആകുന്നു സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, അതായത് SLR എന്ന് പറഞ്ഞാൽ ഓരോ ബാങ്കിലും വരുന്ന പണത്തിന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് എമൗണ്ട് അതേ ബാങ്കിൽ തന്നെ സൂക്ഷിക്കേണ്ടതിന് പറയുന്ന പേരാകുന്നു SLR. അതായത് നമുക്കിതിനെ NDTLന്റെ, അതായത് ഒരു ബാങ്കിൽ വരുന്ന നെറ്റ് ഡിമാൻഡ് ടൈം ലയബിലിറ്റിയുടെ ഒരു നിശ്ചിത പെർസെന്റേജ് ധനം അതേ ബാങ്കിൽ തന്നെ സൂക്ഷിക്കണം, ഇതിന് പറയുന്ന പേരാകുന്നു SLR. ഇവിടെ പണമായിട്ട് തന്നെ സൂക്ഷിക്കണമെന്ന് നിർബന്ധമില്ല. ഇവിടെ SLRൽ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഗോൾഡ് ആയിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റി ആയിട്ടോ അതായത് ബാങ്കിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഇതേ ബാങ്കിൽ വരുന്ന പൈസയുടെ നിശ്ചിത പെർസെന്റേജ് നമ്മൾ റിസർവ് ബാങ്കിൽ സൂക്ഷിക്കുമ്പോൾ അത് CRR ആയി മാറും. CRRൽ നമ്മൾ ഈ പറയുന്ന പോലെ പൈസ ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ CRRും SLRും വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ബാങ്കിൽ വരുന്ന ക്യാഷിന്റെ നിശ്ചിത പെർസെന്റേജ് ക്യാഷ് റിസർവ് ബാങ്കിൽ സൂക്ഷിക്കുന്നതിന് പറയുന്ന പേരാകുന്നു CRR. SLR എന്ന് പറഞ്ഞാൽ ഒരു ബാങ്കിൽ വരുന്ന ക്യാഷിന്റെ നിശ്ചിത പെർസെന്റേജ് പൈസ അതേ ബാങ്കിൽ തന്നെ സൂക്ഷിക്കുന്നതിന് പറയുന്ന പേരാകുന്നു SLR. SLRൽ അതേ ബാങ്കിൽ തന്നെ സൂക്ഷിക്കുന്ന കേസിൽ നമുക്ക് അവിടെ ക്യാഷ് ആയിട്ടോ ഗോൾഡ് ആയിട്ടോ ഗവൺമെന്റ് സെക്യൂരിറ്റി ആയിട്ടോ ഒക്കെ നമുക്ക് സൂക്ഷിക്കാം. എന്നാൽ റിസർവ് ബാങ്കിലേക്ക് നമ്മൾ സൂക്ഷിക്കുമ്പോൾ എങ്ങനെയാണ്, അവിടെ നിശ്ചിത പെർസെന്റേജ് ക്യാഷ് ആണ് റിസർവ് ബാങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് മോണിറ്ററി പോളിസിയിൽ വരുന്ന റിപ്പോ റേറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. എന്താണ് റിപ്പോ നിരക്ക്? ഇവിടെ പറയുന്നുണ്ട് സർക്കാർ സെക്യൂരിറ്റികളുടെ കൊളാറ്ററലിനെതിരെ റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് ഒറ്റ രാത്രി കൊണ്ട് പണലഭ്യത നൽകുന്ന പലിശ നിരക്കിന് പറയുന്ന പേരാകുന്നു റിപ്പോ നിരക്ക്. എന്താണ് സർക്കാർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ? സർക്കാർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ട്രഷറി ബില്ലുകൾ, ഗവൺമെന്റ് ബോണ്ടുകൾ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ലോണുകൾ, ക്യാഷ് മാനേജ്മെന്റ് ബില്ലുകൾ തുടങ്ങിയവയ്ക്കൊക്കെയാണ് നമ്മൾ എന്ന് പറയുന്നത് സർക്കാർ സെക്യൂരിറ്റികൾ എന്ന് പറയുന്നത്. അതുപോലെ കൊളാറ്ററൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വയ്ക്കുന്ന ഈടുകൾ, നമ്മൾ വയ്ക്കുന്ന ആ ഈടുകൾക്ക് പറയുന്ന പേരാണ് കൊളാറ്ററൽ. അപ്പോൾ ഈ സർക്കാർ സെക്യൂരിറ്റി നമ്മൾ റിസർവ് ബാങ്കിൽ വെച്ചിട്ട് റിസർവ് ബാങ്കിൽ നിന്ന് നമ്മൾ നിശ്ചിത എമൗണ്ട് ക്യാഷ് എടുക്കും. ഓക്കെ, റിസർവ് ബാങ്കിൽ നിശ്ചിത എമൗണ്ട് ക്യാഷ് എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് ആ പൈസയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് ഈടാക്കും. അതിന് പറയുന്ന പേരാണ് റിപ്പോ നിരക്ക്. അതായത് ഇപ്പോൾ വാണിജ്യ ബാങ്കുകൾക്ക് അല്ലെങ്കിൽ ബാങ്കുകൾക്ക് ക്യാഷിന് ആവശ്യം വരുമ്പോൾ അവർ റിസർവ് ബാങ്കിനെ സമീപിക്കുകയും റിസർവ് ബാങ്ക് അവർക്ക് ഒറ്റ രാത്രി കൊണ്ട് ക്യാഷ് കൊടുക്കുകയും ചെയ്യും. ഈ ക്യാഷ് കൊടുക്കുന്നതിന് റിസർവ് ബാങ്ക് എന്ത് ചെയ്യും? ആ ബാങ്കുകളിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഈടാക്കും, ഒരു പലിശ നിരക്ക് ഈടാക്കും. അതിന് പറയുന്ന പേരാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അതായത് റിസർവ് ബാങ്ക് മറ്റ് ബാങ്കുകൾക്ക് ക്യാഷ് കൊടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കിന് പറയുന്ന പേരാകുന്നു റിപ്പോ റേറ്റ്. ഈ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് പീരീഡിലേക്കാണ് കൊടുക്കുക. ഇതൊരു ഹ്രസ്വ കാലയളവിൽ വരുന്ന ഒരു ലോൺ സിസ്റ്റം ആണ് റിപ്പോ റേറ്റിൽ വരുന്നത്. അതുമാത്രമല്ല ഇവിടെ പലിശ നിരക്ക് കുറവായിരിക്കും, പിന്നെ ക്യാഷ് ഒറ്റ രാത്രി കൊണ്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഇതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഇതൊരു പലിശ നിരക്കാണ്. ആക്ച്വലി പലിശ നിരക്ക് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിന് പറയുന്ന പേരാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ റിസർവ് ബാങ്കിൽ നിന്നും ബാങ്കുകൾ ക്യാഷ് എടുക്കുമ്പോൾ ആ എടുക്കുന്ന ക്യാഷിന് നിശ്ചിത പെർസെന്റേജ് പലിശ റിസർവ് ബാങ്ക് ഈടാക്കും. ആ റിസർവ് ബാങ്ക് ഈടാക്കുന്ന ആ പലിശ നിരക്കിന് പറയുന്ന പേരാകുന്നു റിപ്പോ റേറ്റ്. ഇതൊരു ഷോർട്ട് പീരീഡിലേക്കാണ്, ഹ്രസ്വ കാലയളവിലേക്കാണ് ഈ ക്യാഷ് റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകൾക്ക് കൊടുക്കുന്നത്. അതുപോലെ ഇതിന് പലിശ കുറവായിരിക്കും, ഒറ്റ രാത്രി കൊണ്ട് ക്യാഷ് കിട്ടും. പിന്നെ സർക്കാർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന പോലത്തെ ട്രഷറി ബില്ലുകൾ, ഗവൺമെന്റ് ബോണ്ടുകൾ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ലോണുകൾ, ക്യാഷ് മാനേജ്മെന്റ് ബില്ലുകൾ തുടങ്ങിയവയ്ക്കാണ് സർക്കാർ സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊളാട്രൽ എന്ന് പറഞ്ഞാൽ ഒരു വായ്പ നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ സുരക്ഷയ്ക്കായി നൽകുന്ന ആസ്തി വകകൾക്ക് പറയുന്ന പേരാണ് കൊളാട്രൽ. അപ്പൊ നമ്മളിപ്പോ ബാങ്കിൽ പോയിട്ട് ക്യാഷ് ഒക്കെ എടുക്കണമെങ്കിൽ നമ്മൾ കൊളാട്രൽ വെക്കണമല്ലോ, ഒരു ഈട് വെക്കണമല്ലോ. അപ്പോൾ ആ ഒരു സുരക്ഷയ്ക്കായിട്ട് നമ്മൾ നൽകുന്ന ആസ്തി വകകൾക്ക് പറയുന്ന പേരാണ് കൊളാട്രൽ. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി അടുത്തത് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി അല്ലെങ്കിൽ MSF എന്താ നോക്കാം. അതായത് റിപ്പോ റേറ്റിന് ബാങ്ക് എന്ത് ചെയ്തു? റിസർവ് ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്തു. ഈ എടുത്ത ക്യാഷ് ബാങ്കിന് തികഞ്ഞില്ല, ബാങ്കിന് വീണ്ടും ക്യാഷ് ആവശ്യം വന്നു. ആ സമയത്ത് ഇതേ ബാങ്കിന് എന്ത് ചെയ്യുന്നു? റിസർവ് ബാങ്കിനെ സമീപിച്ചിട്ട് വീണ്ടും ക്യാഷ് എടുക്കുന്നു. അങ്ങനെ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന പലിശ നിരക്കിന് പറയുന്ന പേരാകുന്നു മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി അല്ലെങ്കിൽ MSF എന്ന് പറയുന്നത്. ഓക്കെ, റിപ്പോ നിരക്കിന് ബാങ്ക് റിസർവ് ബാങ്കിൽ നിന്നും ക്യാഷ് എടുത്തു. ക്യാഷ് എടുത്ത ശേഷം വീണ്ടും ബാങ്കിന് എന്ത് ചെയ്യുന്നു? ക്യാഷിന് ആവശ്യം വരുന്നു. ആ സമയത്ത് റിസർവ് ബാങ്കിൽ നിന്നും വീണ്ടും ക്യാഷ് എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന പലിശ നിരക്കിന് പറയുന്ന പേരാകുന്നു MSF. ഇവിടെ പലിശ നിരക്ക് കൂടുതലാണ്. ഓക്കെ, MSFൽ പലിശ നിരക്ക് കൂടുതലാണ്. അതുപോലെ ഈ പറയുന്ന MSFൽ അതായത് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റിയിലും എന്ത് ചെയ്യും? റിസർവ് ബാങ്ക് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബാങ്കിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെക്കും, എന്നിട്ടായിരിക്കും ക്യാഷ് കൊടുക്കുക.
അപ്പോൾ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാലും ഇതും ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. റിസർവ് ബാങ്ക് ബാങ്കുകളിൽ നിന്ന് ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. അപ്പോൾ റിപ്പോ നിരക്കിന് ക്യാഷ് എടുത്ത ശേഷം വീണ്ടും ബാങ്കിന് ക്യാഷിന് ആവശ്യം വരുമ്പോൾ റിസർവ് ബാങ്കിനെ സമീപിക്കുമ്പോൾ റിസർവ് ബാങ്ക് ക്യാഷ് കൊടുക്കും. അപ്പോൾ കൊടുക്കുന്ന ക്യാഷിനെ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഈടാക്കും. അപ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിന് പറയുന്ന പേരാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. ഓക്കെ, MSF എന്ന് പറയുന്നത്. ഇവിടെ പലിശ നിരക്ക് കൂടുതലാണ്, ഇവിടെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങിച്ചു വയ്ക്കും. അപ്പൊ ബാങ്കിംഗ് സംവിധാനത്തിന്റെ പ്രതീക്ഷിക്കാത്ത പണലഭ്യത അപ്പോൾ അതായത് ബാങ്കിംഗ് സംവിധാനത്തിന്റെ പ്രതീക്ഷിക്കാത്ത പണലഭ്യത ആഘാതങ്ങൾക്കെതിരെയുള്ള സുരക്ഷാ വാൽവ് എന്നാണ് MSF അറിയപ്പെടുന്നത്. അതായത് ബാങ്കുകൾക്ക് പെട്ടെന്ന് വരുന്ന ആ ഒരു ക്യാഷിന്റെ ആവശ്യമുണ്ടല്ലോ, അപ്പോൾ അതിന് ഏറ്റവും സുരക്ഷാ മാർഗമായിട്ടാണ് MSF കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബാങ്കുകൾക്ക് MSF എന്ന് പറഞ്ഞ ആശ്വാസമാണ്. പെട്ടെന്ന് വരുന്ന ഇത്തരം ക്യാഷ് സംബന്ധമായ ഇടപാടുകൾക്ക് പെട്ടെന്നൊരു ആശ്വാസമാണ് ബാങ്കുകൾക്ക് MSF എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാലും ഇതുപോലെ തന്നെ പലിശ നിരക്ക് തന്നെയാണ് ബാങ്ക് റേറ്റും. ഈ ബാങ്ക് റേറ്റിൽ എങ്ങനെ സംഭവം എന്ന് വെച്ചാൽ ബാങ്കിന് ക്യാഷിന് ആവശ്യം വരുമ്പോൾ ബാങ്ക് റിസർവ് ബാങ്കിനെ സമീപിച്ചിട്ട് ദീർഘകാലയളവിലേക്ക് റിസർവ് ബാങ്കിൽ നിന്നും ക്യാഷ് കടമെടുക്കുന്നു. അതായത് ഒരു ബാങ്കിന് ക്യാഷ് ആവശ്യം വരുന്നു, ആ ബാങ്ക് റിസർവ് ബാങ്കിനെ സമീപിക്കുന്നു, റിസർവ് ബാങ്കിൽ നിന്ന് ദീർഘകാലയളവിലേക്ക് അതായത് ലോങ് ടൈമിലേക്ക് ക്യാഷ് ലോൺ എടുക്കുന്നു, ക്യാഷ് കടമെടുക്കുന്നു. അപ്പോൾ RBI ഈടാക്കുന്ന പലിശ നിരക്കിന് പറയുന്ന പേരാകുന്നു ബാങ്ക് റേറ്റ്. അപ്പൊ ബാങ്ക് റേറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദീർഘകാലയളവാണുള്ളത്, അതുകൊണ്ട് തന്നെ പലിശ നിരക്ക് കൂടുതലായിരിക്കും. ഇവിടെ റിസർവ് ബാങ്ക് ബാങ്കുകളിൽ നിന്നും കൊളാറ്ററൽ മേടിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ബാങ്ക് റേറ്റിൽ കൊളാറ്ററൽ വാങ്ങിക്കുന്നില്ല. അത് ദീർഘകാലയളവാണ്, അത് ഈടുകൾ അതിനകത്ത് ആവശ്യം വരുന്നില്ല. ഇതാണ് എന്റെ ഒരു പ്രത്യേകത. അപ്പൊ ബാങ്ക് റേറ്റ്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, റിപ്പോ റേറ്റ്, ഇതൊക്കെ ആക്ച്വലി എന്താണ്? റിസർവ് ബാങ്ക് ഈടാക്കുന്ന പലിശ നിരക്കിന് പറയുന്ന പേരാകുന്നു. ഇതെല്ലാം റിപ്പോ റേറ്റും മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റിയും ബാങ്ക് റേറ്റ് ഒക്കെ തന്നെ. അതുപോലെ റിവേഴ്സ് റിപ്പോ റേറ്റ് ഉണ്ട്. ഓക്കെ, അതെന്താണെന്ന് നോക്കാം. നമ്മളിപ്പോ പറഞ്ഞു റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിസർവ് ബാങ്ക് ഈടാക്കുന്ന പലിശ നിരക്കാണ്. ഓക്കെ, അപ്പൊ റിവേഴ്സ് റിപ്പോ നിരക്ക് നമ്മൾ തിരിച്ചാണ്. അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ബാങ്കിലെ ആവശ്യത്തിലധികം കാശുണ്ടെന്നിരിക്കട്ടെ. അപ്പൊ ബാങ്ക് മറ്റ് ആളുകൾക്ക് എല്ലാം ആവശ്യമുള്ളവർക്ക് ലോണൊക്കെ കൊടുത്തു. ലോണെല്ലാം കൊടുത്തിട്ടും ഒരു ബാങ്കിന്റെ കയ്യില് അല്ലെങ്കിൽ ഒരു വാണിജ്യ ബാങ്കിന്റെ കയ്യില് കുറെ ക്യാഷ് ഉണ്ട്. അങ്ങനെ ക്യാഷ് ഇരിക്കുമ്പോ എന്ത് ചെയ്യുന്നു? ഈ ബാങ്കിന് റിസർവ് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ക്യാഷ് ഇടാം. ഓക്കെ, റിസർവ് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ക്യാഷ് ഇടാം. അപ്പൊ അങ്ങനെ ഇടുമ്പോ റിസർവ് ബാങ്ക് ആ ബാങ്കുകൾക്ക് കൊടുക്കുന്ന പലിശ നിരക്കിന് പറയുന്ന പേരാകുന്നു റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ബാങ്ക് ആ ബാങ്കിലെ ക്യാഷ് കൊണ്ടുപോയി റിസർവ് ബാങ്കിലെ RBIയിൽ കൊണ്ടുപോയി ഇടുമ്പോൾ RBI ആ ബാങ്കിന് കൊടുക്കുന്ന പലിശ നിരക്കിന് പറയുന്ന പേരാകുന്നു റിവേഴ്സ് റിപ്പോ റേറ്റ്. റിവേഴ്സ് റിപ്പോ റേറ്റിൽ ആ ഒരു പലിശ നിരക്ക് കുറവായിരിക്കും. കുറഞ്ഞ എമൗണ്ട് പലിശയാണ് ബാങ്കുകൾക്ക് RBI കൊടുക്കുള്ളൂ. ഓക്കെ, RBIയിൽ കൊണ്ടുപോയിട്ട് ഒരു ബാങ്ക് ക്യാഷ് ഇടുമ്പോൾ RBI ആ ബാങ്കിനെ ക്യാഷിന് കൊടുക്കുന്ന പലിശ നിരക്കിന് പറയുന്ന പേരാകുന്നു, ഇൻട്രസ്റ്റ് റേറ്റിന് പറയുന്ന പേരാകുന്നു റിവേഴ്സ് റിപ്പോ റേറ്റ്. ഇവിടെ പലിശ നിരക്ക് കുറവായിരിക്കും. അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ CRRഉം SLRഉം എല്ലാം തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റിപ്പോ റേറ്റ്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, ബാങ്ക് റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്. പിന്നെ നമുക്കൊരു ഈസി മണി പോളിസി ഉണ്ട്, ടൈറ്റ് മണി പോളിസി ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ഈസി മണി പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റില് മോർ മണി വരുന്നതാണ് ഈസി മണി പോളിസി. ഒരു മാർക്കറ്റിലേക്ക് മോർ മണി എത്തിക്കഴിയുമ്പോൾ അവിടെ ചെലവുകൾ കൂടും, ഇൻക്രീസ്ഡ് സ്പെൻഡിങ് ആവും. അത് നമുക്കറിയാലോ, മാർക്കറ്റിൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ എല്ലാവരുടെ കയ്യിലും പൈസ വരുമ്പോൾ അതനുസരിച്ച് ചെലവഴിക്കൽ കൂടും. ക്യാഷ് കൂടുന്നതനുസരിച്ച് അവിടെ എംപ്ലോയ്മെന്റ് സാധ്യതയും കൂടും, അല്ലെ? അപ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടാകും. ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ പണപ്പെരുപ്പം അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ ഈസി മണി പോളിസിയിൽ GDP പോസിറ്റീവായിട്ടാണ് അത് എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ടൈറ്റ് മണി പോളിസി എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ പണത്തിന്റെ ലഭ്യത കുറയുന്നതാണ്. പണത്തിന്റെ ലഭ്യത കുറയുമ്പോൾ സ്പെൻഡിങ് കുറയുമ്പോൾ ഇൻഫ്ലേഷൻ കുറയും, പണപ്പെരുപ്പം കുറയും. ആ ഒരു പണപ്പെരുപ്പം കുറയുമ്പോൾ അത് GDP പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എഫക്ട് ചെയ്യാം. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കുക. ടൈറ്റ് മണി പോളിസി എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ മണി കുറയുന്നതാണ്. ഈസി മണി പോളിസി എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ മണി കൂടുന്നതാണ്. അപ്പൊ അതിന്റെ ആ ഒരു മെറിറ്റ്സ് അവിടെ നമുക്ക് ഊഹിച്ചാൽ തന്നെ കിട്ടുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇന്ത്യയിൽ RBIക്കാണ് രൂപയും നാണയങ്ങളും പുറത്തിറക്കാനുള്ള കുത്തവകാശം. ഓക്കെ, രൂപയും നാണയങ്ങളും പുറത്തിറക്കാനുള്ള കുത്തവകാശം RBIക്കാണെന്ന്. അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഒരു രൂപ നാണയം പുറത്തിറക്കാനുള്ള അവകാശം RBIക്കില്ല. ഓക്കെ, ഒരു രൂപ നാണയം പുറത്തിറക്കാനുള്ള അവകാശം RBIക്കില്ല. അത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനാണ് ഒരു രൂപ നാണയം പുറത്തിറക്കാനുള്ള അവകാശമുള്ളൂ. അപ്പൊ എല്ലാ രൂപയും നാണയങ്ങളും പുറത്തിറക്കുന്നത് RBI ആണ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ നോക്കാം. ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം സൂക്ഷിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് RBI ആണ്. അത് ശരിയാണ്. ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം സൂക്ഷിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? RBI ആണ്. അത് ശരിയാണ് കേട്ടോ. അതുപോലെ ഓപ്പൺ മാർക്കറ്റിലെ പ്രവർത്തനങ്ങൾ RBI ചെയ്യുന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റികളുടെ വിൽപ്പനയും വാങ്ങലും മുഖേനയാണ്. അപ്പൊ അത് ശരിയാണ്. ഓപ്പൺ മാർക്കറ്റിലെ പ്രവർത്തനങ്ങൾ RBI ചെയ്യുന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റികളുടെ വിൽപ്പനയും വാങ്ങലും മുഖേനയാണ്. ശരിയാണ്. പിന്നെ നാണ്യപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ RBI CRR കുറയ്ക്കുന്നു. അങ്ങനെയല്ല, നാണ്യപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ CRR കൂട്ടും. CRR എന്ന് വെച്ചാൽ നമുക്കറിയാലോ,
അതായത് CRR എന്ന് പറയുമ്പോൾ ഒരു ബാങ്കിൽ വരുന്ന ക്യാഷിൻ്റെ നിശ്ചിത പെർസെൻറ്റേജ് എമൗണ്ട് റിസർവ് ബാങ്കിൽ സൂക്ഷിക്കണം. അതിന് പറയുന്ന പേരാകുന്നു CRR. അപ്പോൾ CRR കൂട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ബാങ്കിൽ വരുന്ന ക്യാഷിൻ്റെ റിസർവ് ബാങ്കിൽ സൂക്ഷിക്കേണ്ട എമൗണ്ട് കൂടും. CRRൻ്റെ ആ ഒരു പെർസെൻറ്റേജ് കൂട്ടുന്നതനുസരിച്ച് അത്രയും എമൗണ്ട് നമ്മൾ റിസർവ് ബാങ്കിൽ സൂക്ഷിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ സൂക്ഷിക്കുമ്പോൾ എന്താ സംഭവിക്കുക? പണത്തിൻ്റെ ലഭ്യത അതനുസരിച്ച് കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പണപ്പെരുപ്പം കുറയ്ക്കുവാനായിട്ട് CRR കൂട്ടിയാൽ മതി. CRR കൂട്ടുമ്പോൾ ബാങ്കിൽ വരുന്ന ക്യാഷിൻ്റെ എമൗണ്ടിൽ നിന്നും റിസർവ് ബാങ്കിലേക്ക് അടയ്ക്കേണ്ട എമൗണ്ട് എന്ത് ചെയ്യണം? കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര പെർസെൻറ്റേജ് കൂടുതൽ അടയ്ക്കണം എന്ന് പറയുമ്പോൾ അത്രയും എമൗണ്ട് റിസർവ് ബാങ്കിലേക്ക് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ബാങ്കുകളും ചെയ്യുമ്പോൾ മാർക്കറ്റിലെ പണപ്പെരുപ്പം എന്ത് ചെയ്യും? കുറയും. മനസ്സിലായില്ലേ? അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കൂടുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളാവാം. അതായത് നാണ്യപ്പെരുപ്പം കൂടുമ്പോൾ, അതായത് ഈസി മണി പോളിസി വരുമ്പോൾ, അല്ലെങ്കിൽ പണത്തിന്റെ പെരുപ്പം മാർക്കറ്റിൽ കൂടുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം ഏതാണ്? പണത്തിന്റെ പെരുപ്പം മാർക്കറ്റിൽ കൂടുമ്പോൾ നമുക്കറിയാം അവിടെ തൊഴിൽ ലഭ്യത കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ തൊഴിൽ ലഭ്യത കൂടുകയാണ് അവിടെ ചെയ്യുന്നത്. ഹലോ ഡിയർ സ്റ്റുഡൻസ്, up next we are about to dive into an exciting discussion on here are some general questions related to Reserve Bank of India. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ചത്, അതായത് RBIയെ നാഷണലൈസ് ചെയ്തത് ഏത് വർഷമാണെന്ന്. RBIയെ നാഷണലൈസ് ചെയ്യുന്നത് ജനുവരി 1, 1949 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം നമുക്കറിയാം 1935 ഈ ബാങ്കിനെ നാഷണലൈസ് ചെയ്യുന്നത് ജനുവരി 1, 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണറുടെ പേരാകുന്നു സർ ഓസ്ബോൺ സ്മിത്ത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണറുടെ പേരാകുന്നു സർ ഓസ്ബോൺ സ്മിത്ത്. ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാരനായ ആദ്യ ഗവർണറുടെ പേരാകുന്നു CD ദേശ്മുഖ്. CD ദേശ്മുഖ് ആണ് ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ആകുന്നു CD ദേശ്മുഖ്. കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയിരുന്ന വ്യക്തിയാകുന്നു സർ ബെനഗൽ രാമറാവു. കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയിരുന്ന വ്യക്തിയാകുന്നു സർ ബെനഗൽ രാമറാവു. കുറഞ്ഞ കാലം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാകുന്നു അമിതാവ് ഘോഷ്. കുറഞ്ഞ കാലം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാകുന്നു അമിതാവ് ഘോഷ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്, കാഴ്ച പരിമിതിയുള്ളവർക്ക് കറൻസി നോട്ടുകളുടെ മൂല്യം തിരിച്ചറിയുന്നതിന് RBI ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിന്റെ പേരെന്താണെന്ന്? അതിന്റെ പേര് മണി എന്നാകുന്നു. മണിയുടെ ഫുൾ ഫോം മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ എന്നുള്ളതാണ്. അപ്പോൾ കാഴ്ച കാണില്ല, കാഴ്ച പരിമിതിയുള്ളവർക്ക്, ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് ഒരു ക്യാഷ് കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ അത് ഏതാണ് പൈസ എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ആ നോട്ടിനെ സ്കാൻ ചെയ്താൽ മതി. അപ്പൊ എത്ര രൂപയാന്നുള്ളത് ആപ്പ് പറയും. അപ്പൊ അങ്ങനെ നമുക്ക് ആ പൈസയുടെ മൂല്യം തിരിച്ചറിയാൻ കഴിയും. അപ്പൊ അത്തരത്തിലുള്ള ആപ്പാകുന്നു മണി. കാഴ്ച പരിമിതിയുള്ളവർക്ക് കറൻസി നോട്ടുകളുടെ മൂല്യം തിരിച്ചറിയുന്നതിന് RBI ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ആകുന്നു മണി. മണിയുടെ ഫുൾ ഫോം മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ. ദെൻ ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഇന്ത്യയിലെ ഓരോ ബാങ്കുകൾക്കും RBIയിൽ ഒരു കറണ്ട് അക്കൗണ്ട് നൽകുന്ന റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സംവിധാനത്തിന്റെ പേരെന്താണ്? അതാണ് ഇക്യൂബർ. അതായത് ഇന്ത്യയിലുള്ള ഓരോ ബാങ്കുകൾക്കും, ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കുകൾക്കും RBIയിൽ ഒരു കറണ്ട് അക്കൗണ്ട് നൽകുന്ന RBIയുടെ ഒരു സംവിധാനമുണ്ട്. അതൊരു ഓൺലൈൻ സംവിധാനമാണ്. അതിന്റെ പേരാകുന്നു ഇക്യൂബർ. ഇക്യൂബർ നിലവിൽ വരുന്നത് 2012 അപ്പൊ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കാം, അപ്പൊ അതിനു മുമ്പൊന്നും ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കുകൾക്കും RBIയിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല എന്ന്. ഇല്ലായിരുന്നു. ഓക്കെ, അതിനു മുമ്പൊന്നും RBIയിൽ എല്ലാ ബാങ്കുകൾക്കും RBIയിൽ കറണ്ട് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുക, അപ്പൊ എങ്ങനെയാണ് അന്നൊക്കെ ഈ CRR ഒക്കെ ചെയ്യണമല്ലോ, ക്യാഷ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യണമല്ലോ, അപ്പൊ ആ ബാങ്കുകൾ എന്താ ചെയ്തിരുന്നതെന്ന്. അപ്പൊ അന്ന് മറ്റു പല സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോ ആ ഒരു സ്ഥലത്ത്, എറണാകുളം ജില്ലയാണെങ്കിൽ എറണാകുളം ജില്ലയിലെ RBIയുടെ ഒരു പ്രാദേശിക ഓഫീസ് ഉണ്ടാവും. ആ ഓഫീസിൽ നേരിട്ട് പോയിട്ട് ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കി വരുമായിരുന്നു ചെയ്തിരുന്നത്. എറണാകുളം ജില്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ എറണാകുളം നോർത്ത് ബാനർജി റോഡിൽ RBIയുടെ പ്രാദേശിക ഓഫീസ് ഉണ്ടാകും. അപ്പോൾ ബാങ്കുകൾക്ക് വേണ്ട നടപടിക്രമങ്ങളൊക്കെ ആ ജില്ലേനെ കേന്ദ്രീകരിച്ചിട്ടുള്ള RBIയുടെ റീജിയണൽ ഓഫീസിൽ പോയിട്ടാണ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ വേറെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഈ മാനുവൽ പേപ്പർ ബേസ്ഡ് ട്രാൻസാക്ഷൻ അന്നുണ്ടായിരുന്നു. അതുപോലെ ഫാക്സ്, NEFT, RTGS തുടങ്ങിയ സിസ്റ്റംസ് ഒക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു അന്ന് ബാങ്കുകൾ RBIയുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തിയിരുന്നത്. പിന്നീട് 2012 ഇക്യൂബർ എന്ന് പറയുന്ന സിസ്റ്റം വരുന്നതോടുകൂടി, ആ ഒരു സംവിധാനം വരുന്നതോടുകൂടി വളരെ ഈസി ആയിട്ട്, ട്രാൻസ്പെറന്റ് ആയിട്ട്, ഡയറക്റ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നമുക്ക് ഓൺലൈൻ വഴി നടത്തുവാനുള്ള ഒരു സൗകര്യം ഓരോ ബാങ്കുകൾക്കും RBI സംവിധാനം ചെയ്തു കൊടുത്തു. ഓക്കെ, ഇപ്പോ RBI ആയിട്ടുള്ള ബാങ്കുകളുടെ ട്രാൻസാക്ഷൻ വളരെ ഫ്രണ്ട്ലി ആണ്, അതുപോലെ വളരെ ട്രാൻസ്പെറന്റ് ആണ്, ഓൺലൈൻ ബേസ്ഡ് ആണ്, ഡയറക്റ്റ് ആണ്. അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഒരു സംവിധാനം, ഒരു സിസ്റ്റം ആകുന്നു ഇക്യൂബർ. ഇക്യൂബർ സിസ്റ്റം ഇന്ന് എല്ലാ ബാങ്കുകളിലും ഉണ്ട്. ഓക്കെ,
ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ കാർട്ടൂൺ പുസ്തകം, അതിന്റെ പേരാകുന്നു രാജു ആൻഡ് 40 തീവ്സ്. അപ്പൊ രാജു ആൻഡ് 40 തീവ്സ് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ ഒരു കാർട്ടൂൺ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ കാർട്ടൂൺ പുസ്തകമാകുന്നു രാജു ആൻഡ് 40 തീവ്സ്. ദെൻ നമുക്കിവിടെ അടുത്ത് പഠിക്കാനുള്ളത് റിസർവ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആരംഭിച്ച സംരംഭമാകുന്നു ഉത്കർഷ് 2022. റിസർവ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ച സംരംഭമാകുന്നു ഉത്കർഷ് 2022. റിസർവ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ച സംരംഭമാകുന്നു ഉത്കർഷ് 2022. ദെൻ നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഈ നോട്ട് നിരോധനം ഇന്ത്യയിൽ 3 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. ഒന്ന് 1946 ഇന്ത്യയിൽ ഒരു നോട്ട് നിരോധനം ഉണ്ടായിട്ടുണ്ട്. പിന്നെ 1978 പിന്നെ 2016. ഇങ്ങനെ 3 പ്രാവശ്യമായിട്ടാണ് ഇന്ത്യയിൽ നോട്ട് നിരോധനം ഉണ്ടായിട്ടുള്ളത്. 1946, 1978, 2016. ഇങ്ങനെ 3 പ്രാവശ്യമാണ് ഇന്ത്യയിൽ നോട്ട് നിരോധനം ഉണ്ടായിട്ടുള്ളത്. 1946 ജനുവരി 12 CD ദേശ്മുഖ് റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന സമയത്ത് ഒരു നോട്ട് നിരോധനം ഉണ്ടായി. ആ നോട്ട് നിരോധനത്തിന്റെ ഭാഗമായിട്ട് 500, 1000, 10,000 എന്നിവയുടെ നോട്ടുകൾ നിരോധിക്കപ്പെട്ടു. 1978 ജനുവരി 16 IG പട്ടേൽ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന സമയത്ത് നോട്ട് നിരോധനം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തും ഈ പറഞ്ഞതുപോലെ 1000 നോട്ടുകൾ നിരോധിച്ചു, 10,000 നോട്ടുകൾ നിരോധിച്ചു, 5000 നോട്ടുകൾ നിരോധിച്ചു. അപ്പൊ അന്നൊക്കെ 1000, 10,000, 5000 നോട്ടുകൾ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. കാരണം പണത്തിന്റെ മൂല്യം അത്രത്തോളം കുറഞ്ഞ ഒരു സമയമായിരുന്നു അതൊക്കെ. ഓക്കെ, അപ്പൊ ആ സമയത്ത് ഇത്രയും വലിയ നോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് 2016 നവംബർ 8 നോട്ട് നിരോധനം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തുള്ള ഇന്ത്യയുടെ RBIയുടെ ഗവർണർ ആയിരുന്നു ഉർജിത് പട്ടേൽ. 500ന്റെയും 1000ന്റെയും നോട്ടുകളാണ് അന്ന് നിരോധിച്ചത്. അപ്പൊ ഇന്ത്യയിലെ നോട്ട് നിരോധനം ഉണ്ടായിട്ടുള്ളത് 3 കാലഘട്ടങ്ങളിലായിട്ടാണ്. 1946, 1978, 2016. ഇങ്ങനെ 3 വർഷങ്ങളായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ 1946 1000, 10,000, 1978 1000, 10,000, പിന്നെ 1946 500, 1978 5000, പിന്നെ 2016 500ന്റെയും 1000ന്റെയും നോട്ടുകൾ നിരോധിക്കുകയുണ്ടായി. ഓക്കെ, അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. 2016 നവംബർ 8 അറ്റ്ലീസ്റ്റ് നമ്മൾ ഓർത്ത് വെക്കുക. ഉർജിത് പട്ടേൽ 2016 നവംബർ 8. പിന്നെ നമുക്ക് ഇവിടെ ഉള്ള ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. ഇന്ത്യയിലെ ഓരോ ബാങ്കുകൾക്കും RBIയിൽ ഒരു അക്കൗണ്ട് നൽകുന്ന റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സംവിധാനമാകുന്നു ഇക്യൂബർ. കൂടുതൽ കാലം ഗവർണറായിരുന്ന വ്യക്തി സർ ബെനഗൽ രാമറാവു. 50 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം അത് നമുക്ക് നോട്ട് കാണിച്ച് ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. അതാണ് ഞാനത് സ്കിപ്പ് ചെയ്തത്. ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേരാകുന്നു ബാങ്ക് ദേശസാത്കരണം, അതായത് നാഷണലൈസേഷൻ ഓഫ് ബാങ്കിങ്. അപ്പോൾ എന്താണ് നാഷണലൈസേഷൻ ഓഫ് ബാങ്കിങ് അല്ലെങ്കിൽ ബാങ്ക് ദേശസാത്കരണം എന്നുള്ള ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു ബാങ്കിന്റെ ഷെയറിന്റെ മിനിമം 51% ഷെയർ ഗവൺമെന്റ് കരസ്ഥമാക്കുകയാണെങ്കിൽ നമുക്ക് ആ ബാങ്കിനെ നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയാം. അതായത് ആ ബാങ്ക് ദേശസാത്കരിക്കപ്പെട്ട ബാങ്കാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഒരു ബാങ്കിനെ ദേശസാത്കരിക്കുക അല്ലെങ്കിൽ ഒരു ബാങ്കിനെ നാഷണലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീൻ ചെയ്യുന്നത് ആ ബാങ്കിന്റെ ഷെയറിന്റെ മിനിമം 51% ഷെയർ ഗവൺമെന്റ് കരസ്ഥമാക്കി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് നാഷണലൈസ്ഡ് ബാങ്കുകളുണ്ട്. അതിൽപ്പെട്ടതാകുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, യൂണിയൻ ബാങ്ക്, ഇത്തരത്തിൽ ഒരുപാട് നാഷണലൈസ്ഡ് ബാങ്കുകൾ നമ്മുടെ രാജ്യത്ത് കാണാൻ പറ്റും. അതിപ്പോ നമ്മൾ 2025 നോക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ മനസ്സിലാകുന്നത്. എന്നാൽ ഈ ബാങ്കിന്റെ ദേശസാത്കരണം നടക്കുന്നത് 3 ഘട്ടങ്ങളിലൂടെ ആയിട്ടാണ്. ഓക്കെ, ബാങ്കിന്റെ നാഷണലൈസേഷൻ നടന്നിരുന്നത് 3 ഘട്ടങ്ങളിലൂടെ ആയിരുന്നു. അപ്പോൾ അതിന് 1ാം ഘട്ടം എന്ന് പറയുന്നത് 1770 മുതൽ 1969 വരെയാണ് ബാങ്കിന്റെ ദേശസാത്കരണത്തിന് 1ാം ഘട്ടം എന്ന് പറയുന്നത്. ഇനി ബാങ്ക് ദേശസാത്കരണത്തിന്റെ 2ാം ഘട്ടം എന്ന് പറയുന്നത് 1969 മുതൽ 1990 വരെയാകുന്നു. ഇനി ബാങ്ക് ദേശസാത്കരണത്തിന്റെ 3ാം ഘട്ടം എന്ന് പറയുന്നത് 1991 മുതലാണ് ബാങ്ക് ദേശസാത്കരണത്തിന്റെ 3ാം ഘട്ടം നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഓരോ സ്റ്റേജസിനെ കുറിച്ച് പഠിക്കാം. 1ാം ഘട്ടം എന്ന് പറയുന്നത് നാഷണലൈസേഷൻ ഓഫ് ബാങ്കിങ്ങിന്റെ 1ാം ഘട്ടം എന്ന് പറയുന്നത് 1770 തുടങ്ങി 1969 വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു ബാങ്ക് ദേശസാത്കരണത്തിന്റെ 1ാം ഘട്ടം. ഓക്കെ, ഈ 1ാം ഘട്ടത്തിലാണ് ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ്
എന്നീ പ്രസിഡൻസി ബാങ്കുകൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. അപ്പൊ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ പറയപ്പെട്ട ബാങ്കുകൾ സ്ഥാപിക്കുന്നത് ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ ഒന്നാം ഘട്ടത്തിലായിരുന്നു. ഓക്കെ, 1770 മുതൽ 1969 വരെ നീണ്ടു നിൽക്കുന്നതാകുന്നു ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ ഒന്നാം ഘട്ടം. എന്നാൽ ആ സമയത്തേക്ക് ഈ ബാങ്കുകൾ പ്രൈവറ്റ് ബാങ്കുകളായിരുന്നു. ഈ ബാങ്കുകൾ ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിച്ച ബാങ്കുകളായിരുന്നു. ജനങ്ങളുടെ പുരോഗതിയോ രാജ്യത്തിന്റെ വളർച്ചയോ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ബാങ്കുകളായിരുന്നില്ല ഇവയൊന്നും തന്നെ. ഈ സമയത്ത് ബാങ്കുകളുടെ പ്രവർത്തനവും വളർച്ചയും സാവധാനത്തിലായിരുന്നു. എന്നാൽ ഈ ബാങ്കുകളെല്ലാം തന്നെ, ഈ ബാങ്കുകൾ ഉൾപ്പെടെ 14 ബാങ്കുകളെ നാഷണലൈസ് ചെയ്യുന്നത് 1969 1969 14 ബാങ്കുകളെ നാഷണലൈസ് ചെയ്യപ്പെട്ടു. ഓക്കെ, അത് മാത്രമല്ല 50 കോടി മൂലധനമുള്ള ബാങ്കുകളെയായിരുന്നു 1969 നാഷണലൈസ് ചെയ്യപ്പെട്ടതും ദേശസാൽക്കരിക്കപ്പെട്ടതും. ഓക്കെ, പിന്നീട് ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് 1969 മുതൽ 1990 വരെയാണ് ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ രണ്ടാം ഘട്ടം വരുന്നത്. ഈ രണ്ടാം ഘട്ടത്തിലാണ് ബാങ്കുകളുടെ പ്രവർത്തനം വേഗത്തിലായതും സാമൂഹിക പുരോഗതി കൂടി ലക്ഷ്യമാക്കി ബാങ്കുകൾ പ്രവർത്തിക്കാൻ തുടങ്ങിയതും രണ്ടാം ഘട്ടത്തിലായിരുന്നു. ഈ രണ്ടാം ഘട്ടത്തിൽ വരുന്ന 1980 6 ബാങ്കുകൾ കൂടി നാഷണലൈസ് ചെയ്യപ്പെട്ടു. അങ്ങനെ മൊത്തം 20 നാഷണലൈസ്ഡ് ബാങ്കുകൾ ഇന്ത്യയിൽ നിലവിൽ വന്നു. 1969 14 ബാങ്കുകളും രണ്ടാം ഘട്ടത്തിൽ വരുന്ന 1980 6 ബാങ്കുകളും കൂടി 20 ബാങ്കുകൾ മൊത്തം നമ്മുടെ രാജ്യത്ത് രണ്ടാം ഘട്ടത്തിൽ നാഷണലൈസ് ചെയ്യപ്പെട്ടു. ഓക്കെ, ഈ രണ്ടാം ഘട്ടത്തിലാണ് ബാങ്കുകളുടെ പ്രവർത്തനം വേഗത്തിലായതും സാമൂഹിക പുരോഗതി കൂടി ലക്ഷ്യമാക്കി ബാങ്കുകൾ പ്രവർത്തിച്ചതും. എന്തുകൊണ്ട് ഒന്നാം ഘട്ടത്തിൽ അങ്ങനെ സാമൂഹിക പുരോഗതി ലക്ഷ്യമാക്കി ബാങ്കുകൾക്ക് പ്രവർത്തിക്കാൻ സാധിച്ചില്ല? അതിന് കാരണം ഒന്നാം ഘട്ടത്തിന്റെ വലിയൊരു പീരീഡ് 1770 മുതൽ 1947 വരെ വരുന്ന ആ പീരീഡ് പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആയിരുന്നു. അവിടെ ബ്രിട്ടീഷ് ഇന്ത്യ ആയിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത്. പിന്നീട് സ്വാതന്ത്ര്യം കിട്ടി വർഷങ്ങൾക്ക് ശേഷം 1969 ബാങ്കുകൾ നാഷണലൈസ് ചെയ്യപ്പെട്ട് മനുഷ്യന്റെ പുരോഗതി, രാജ്യത്തിന്റെ പുരോഗതി, തൊഴിൽ എന്നീ മേഖലകളിലേക്കെല്ലാം ബാങ്കിന്റെ ഒരു പ്രവർത്തനം വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുള്ള അവസരം നമുക്ക് കിട്ടുന്നത് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലാണ്. അപ്പൊ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ വരുന്ന രണ്ടാം ഘട്ടത്തിലാണ് സാമൂഹിക പുരോഗതി കൂടി ലക്ഷ്യമാക്കി ബാങ്കുകൾക്ക് പ്രവർത്തിക്കാൻ സാധിച്ചത്. പിന്നെ ഇവിടെ ഒരു പോയിന്റ് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജൂലൈ 19 ബാങ്ക് നാഷണലൈസേഷൻ ഡേ. അപ്പൊ ബാങ്ക് നാഷണലൈസേഷൻ ഡേ എന്നാണെന്ന് ചോദിച്ചാൽ ജൂലൈ 19 അത് പ്രത്യേകം ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി മൂന്നാം ഘട്ടം എന്ന് പറയുന്നതിലാണ് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് മൂന്നാം ഘട്ടത്തിലാണ്. ഓക്കെ, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ മൂന്നാം ഘട്ടത്തിലാണ്. അത് 1991 മുതൽ ഇങ്ങനെ തുടർന്നു പോകുന്നു മൂന്നാം ഘട്ടം. ഈ മൂന്നാം ഘട്ടത്തിലാണ് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത്. അതുപോലെ ATM, ക്രെഡിറ്റ് കാർഡ്, ഫോൺ ബാങ്കിംഗ്, നെറ്റ് ബാങ്കിംഗ്, കോർ ബാങ്കിംഗ് തുടങ്ങിയ നൂതന സംവിധാനങ്ങൾ നിലവിൽ വന്നതും മൂന്നാം ഘട്ടത്തിലാണ്. മൂന്നാം ഘട്ടത്തിൽ പിന്നെ പുത്തൻ തലമുറ ബാങ്കുകൾ എന്നറിയപ്പെടുന്ന സ്വകാര്യ ബാങ്കുകൾ നിലവിൽ വന്നതും മൂന്നാം ഘട്ടത്തിലാണ്. അതായത് ഈ മൂന്നാം ഘട്ടത്തിലെ ലൈസൻസ് ലഭിച്ച സ്വകാര്യ ബാങ്കുകൾ നൂതന പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിൽ നടപ്പിലാക്കി. ഇത്തരം സ്വകാര്യ ബാങ്കുകളെയാണ് പുത്തൻ തലമുറ ബാങ്കുകൾ എന്നറിയപ്പെടുന്നത്. SBI ഒന്നും പുത്തൻ തലമുറ ബാങ്കിൽ വരുന്നതല്ല. പുത്തൻ തലമുറ ബാങ്ക് എന്ന് പറയുമ്പോൾ ലൈസൻസ് ലഭിച്ച സ്വകാര്യ ബാങ്കുകൾ നൂതന പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിൽ നടപ്പിലാക്കി. ഇത്തരം സ്വകാര്യ ബാങ്കുകളെയാണ് പുത്തൻ തലമുറ ബാങ്കുകൾ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒന്നും പുത്തൻ തലമുറ ബാങ്കുകളിൽ വരുന്നതല്ല. ഇത് പ്രത്യേകം മനസ്സിലാക്കുക. ദെൻ മെർജിങ്ങിലൂടെ വന്ന നാഷണലൈസ്ഡ് ബാങ്കുകളുടെ പേരാകുന്നു SBI, അതുപോലെ PNB, BOB, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്. അങ്ങനെ വന്ന് IOB, യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇങ്ങനെ 12 ബാങ്കുകളാണ് മെർജിങ്ങിലൂടെ നിലവിൽ വന്ന നാഷണലൈസ്ഡ് ബാങ്കുകൾ. നാഷണലൈസ്ഡ് ബാങ്കുകൾക്ക് പറയുന്ന മറ്റൊരു പേരാകുന്നു പൊതുമേഖലാ ബാങ്കുകൾ. അതായത് പൊതുമേഖലാ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ബാങ്കുകൾ എന്നും നമുക്ക് പറയാം. പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ പൊതുമേഖല സ്ഥാപനം എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഗവൺമെന്റ് സ്ഥാപനം എന്നുള്ളത് തന്നെയാണ് അതിന്റെ മീനിങ്. അത് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ പ്രൈവറ്റ് സെക്ടർ നമുക്കറിയാലോ, സ്വകാര്യ വ്യക്തികളുടേതാണ്. പബ്ലിക് സെക്ടർ എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റേതാണ്. പിന്നെ ചിലപ്പോഴൊക്കെ നമ്മൾ ചില CBSE സ്കൂളിനൊക്കെ പബ്ലിക് സ്കൂൾ എന്നൊക്കെ പേര് കേൾക്കാം. അത് ചുമ്മാ ഇട്ടിട്ടുള്ളതാണ്. അത് പബ്ലിക് സ്കൂൾ എന്നുള്ളത് ഒരു വെറുതെ ഇട്ടേക്കുന്ന പേരാണ്. അത് ഗവൺമെന്റ് സ്ഥാപനം എന്നാണ് ശരിക്കും പബ്ലിക് സ്കൂളിന്റെ അർത്ഥം വരേണ്ടത്. പക്ഷേ ചില പ്രൈവറ്റ് സ്കൂളുകൾക്ക് അവരുടെ പേരിന്റെ ഒപ്പം പബ്ലിക് സ്കൂൾ എന്ന് കൂടി ഇടും. അങ്ങനെ അത് വെറുതെ ഇടുന്നതാണ്. ഓക്കെ, അപ്പൊ ശരിക്കും പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ പബ്ലിക് സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗവൺമെന്റ് സ്ഥാപനം എന്നുള്ളത് തന്നെയാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതൊക്കെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ആകുന്നു SBI. പിന്നെ രണ്ടാം സ്ഥാനത്ത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട്. മൂന്നാം സ്ഥാനത്ത് ബാങ്ക് ഓഫ് ബറോഡ ഉണ്ട്. നാലാം സ്ഥാനത്ത് കാനറ ബാങ്ക് ഉണ്ട്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി പുത്തൻ തലമുറ ബാങ്കുകൾ എന്നറിയപ്പെടുന്നത് നമ്മൾ ഓൾറെഡി വായിച്ചിരുന്നു. പുത്തൻ തലമുറ ബാങ്കുകൾ എന്നറിയപ്പെടുന്നത് മൂന്നാം ഘട്ടത്തിലെ ലൈസൻസ് ലഭിച്ച സ്വകാര്യ ബാങ്കുകൾ നൂതന പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിൽ നടപ്പിലാക്കി. ഇത്തരം ബാങ്കുകളെയാണ് പുത്തൻ തലമുറ ബാങ്കുകൾ എന്നറിയപ്പെടുന്നത്. ഇനി ഒന്നാം ഘട്ടവുമായി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് കൊടുത്തിട്ടുള്ളത്.
അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞേക്കണം ഒന്നാം ഘട്ടത്തിലാണ് ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ ഒന്നാം ഘട്ടം 1770 മുതൽ 1990 വരെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ആ പ്രസ്താവന തെറ്റാണ്. ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ ഒന്നാം ഘട്ടം വരുന്നത് 1770 മുതൽ 1969 വരെയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് ഒന്നാം ഘട്ടത്തിലാണ് ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ് എന്നീ പ്രസിഡൻസി ബാങ്കുകൾ സ്ഥാപിച്ചത്. അത് ശരിയാണ്. ഒന്നാം ഘട്ടത്തിലാണ് ബാങ്ക് ഓഫ് ബംഗാൾ 1806, അതുപോലെ ബാങ്ക് ഓഫ് ബോംബെ 1840, ബാങ്ക് ഓഫ് മദ്രാസ് 1843 ഈ കാലയളവിലായിട്ട് സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് ഒന്നാം ഘട്ടത്തിൽ തന്നെ വരുന്നതാണ്. നമുക്കറിയാം ഒന്നാം ഘട്ടം എന്ന് പറയുമ്പോൾ 1770 മുതൽ 1969 വരെയാണ്. അപ്പൊ ഈ 3 ബാങ്കുകൾ സ്ഥാപിച്ചത് ഒന്നാം ഘട്ടത്തിലാണ്. ഇനി നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് ഈ ഒന്നാം ഘട്ടത്തിലാണെന്ന് അല്ല, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് 1991 ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ 3-ാം ഘട്ടത്തിലാണ്. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ആകെ രണ്ടാമത്തത് മാത്രമേ ശരിയുള്ളൂ. ഇനി മൂന്നാമത്തെ നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണെന്ന്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ആകുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന SBI. ഇനി ഇന്ത്യക്ക് ഒരു തുറന്ന സമ്പദ് വ്യവസ്ഥ വന്നത് എപ്പോഴാണ്? ഇന്ത്യക്ക് ഒരു തുറന്ന സമ്പദ് വ്യവസ്ഥ വന്നത് 1991 തുറന്ന സമ്പദ് വ്യവസ്ഥയിലൂടെയാണ് ഇന്ത്യയിൽ LPG നടപ്പിലായത്. LPG എന്ന് പറയുമ്പോൾ ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ എന്ന ഒരു സംവിധാനത്തിലേക്ക്, എന്നൊരു ഇന്റർനാഷണൽ പാർട്ടിസിപ്പേഷനിലേക്ക് ഇന്ത്യ എത്തിയത് 1991 തുറന്ന സമ്പദ് വ്യവസ്ഥയിലൂടെ ആയിരുന്നു. അതിലൂടെ ഇന്ത്യക്ക് ഒരു ഇന്റർനാഷണൽ പാർട്ടിസിപ്പേഷൻ വന്നു. അത് വ്യാപാരത്തില്, മൂലധന നിക്ഷേപത്തില്, മറ്റ് വിഭവങ്ങളിലെല്ലാം തന്നെ ഇന്ത്യ ആഗോളതലത്തിൽ ഒരു ഗ്ലോബലൈസേഷൻ അവിടെ സംഭവിക്കാനുണ്ടായത്. ഓക്കെ, ഒരു ഗ്ലോബൽ ലെവലില് ഒരു ഇന്റർനാഷണൽ ഒരു പാർട്ടിസിപ്പേഷൻ ഇന്ത്യ എല്ലാ രാജ്യങ്ങളിലേക്കും കൊടുത്തത് 1991 തുറന്ന സമ്പദ് വ്യവസ്ഥ നടപ്പിലാക്കിയ ശേഷമാണ്. തുറന്ന സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ എന്ന സംവിധാനം ഉണ്ടായത്. അതിനു മുമ്പ് വരെ ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായിട്ടൊന്നും അങ്ങനെ ബിസിനസ് പോലത്തെ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ മൂലധന നിക്ഷേപത്തിലേക്കോ, വ്യാപാര കാര്യങ്ങളിലേക്കോ, എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യങ്ങളിലേക്കോ, അല്ലെങ്കിൽ വിഭവ കൈമാറ്റങ്ങളിലേക്കോ ഒന്നും ഇന്ത്യ പോയിരുന്നില്ല. ഇന്ത്യയുടേത് ഒരു അടഞ്ഞ സമ്പദ് വ്യവസ്ഥയായിരുന്നു. പിന്നീട് ഇന്ത്യയുടെ കൂടുതൽ പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ട് അന്നത്തെ ഒരുപാട് സാമ്പത്തിക വിദഗ്ധരുടെയും ശാസ്ത്രജ്ഞരുടെയും നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യ ഒരു തുറന്ന സമ്പദ് വ്യവസ്ഥയായി മാറിയത്. നമുക്ക് ആദ്യം ആ സമയത്ത് പേടിയുണ്ടായിരുന്നു, ഇത് എങ്ങനെ സംഭവിക്കും, ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും പ്രശ്നത്തിലാകും എന്നുള്ളൊരു ടെൻഷനൊക്കെ അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് ആ ഒരു ഓപ്പൺ എക്കണോമിക് സിസ്റ്റം നമ്മൾ സ്വീകരിച്ചതോടുകൂടി നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഇന്ത്യ രാജ്യത്തിന് ഉണ്ടായി എന്നുള്ളത് വലിയൊരു വസ്തുതയാണ്. ഓക്കെ, ഹലോ ഡിയർ സ്റ്റുഡൻസ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോർഷനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് പുതിയ ടോപ്പിക്കിലേക്ക് എൻ്റർ ചെയ്യാം. ദാറ്റ് ഈസ് നവസാമ്പത്തിക പരിഷ്കരണം ആവിഷ്കരിച്ച വർഷം. നവസാമ്പത്തിക പരിഷ്കരണം ആവിഷ്കരിച്ച വർഷം 1991. അത് ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ 3-ാം ഘട്ടത്തിലാണ് നവസാമ്പത്തിക പരിഷ്കരണം ആവിഷ്കരിച്ചത്. അത് 1991 ആകുന്നു. ഇതിന്റെ താഴെ നമുക്കൊരു 4 ക്വസ്റ്റ്യൻസ് കാണാം. ഈ 4 ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് എൻ്റർ ചെയ്യാം. ദാറ്റ് ഈസ് നവസാമ്പത്തിക പരിഷ്കരണ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? നവസാമ്പത്തിക പരിഷ്കരണ സമയത്തെ, അതായത് 1991 കാലഘട്ടത്തിലാണ് നവസാമ്പത്തിക പരിഷ്കരണം നടക്കുന്നത്. ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരാകുന്നു PV നരസിംഹറാവു. ആ സമയത്ത് ധനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. 1991 നവസാമ്പത്തിക നയം അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ശാഖകൾ ഏതൊക്കെയായിരുന്നു എന്ന്. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ശാഖകളായിരുന്നു ഉദാരവൽക്കരണം. ഉദാരവൽക്കരണം എന്ന് പറയുമ്പോൾ ലിബറലൈസേഷൻ, സ്വകാര്യവൽക്കരണം അതിന്റെ പേരാകുന്നു പ്രൈവറ്റൈസേഷൻ, ആഗോളവൽക്കരണം അതിനെ നമുക്ക് ഗ്ലോബലൈസേഷൻ എന്ന് പറയാം. ഇങ്ങനെ 3 ശാഖകളായിരുന്നു 91 കാലഘട്ടത്തിലെ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ ചെറുതായിട്ട് ഡീറ്റെയിലിങ്ങിലേക്ക് പോകാം. ലിബറലൈസേഷൻ, അതായത് ഉദാരവൽക്കരണം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉദാരവൽക്കരണം അല്ലെങ്കിൽ ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, സ്വകാര്യ കമ്പനികളുടെ കാര്യങ്ങളിലൊക്കെ ഗവൺമെന്റിന്റെ റെസ്ട്രിക്ഷൻ കുറച്ചതാണ് ഉദാരവൽക്കരണം. പ്രൈവറ്റ് കമ്പനികളുടെ കാര്യങ്ങളിലേക്കുള്ള ഗവൺമെന്റിന്റെ ഇടപെടൽ കുറച്ചതാകുന്നു എന്ത്? ഉദാരവൽക്കരണം, അതായത് ലിബറലൈസേഷൻ. ഇത് 1985 മുതലേ തുടങ്ങിയതാണ് ഉദാരവൽക്കരണം. 1985 മുതലേ ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ചു. ഓക്കെ, അപ്പോ അത് മനസ്സിലായെന്ന് കരുതുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ എല്ലാ വാണിജ്യ ബാങ്കുകൾക്കും അവരുടെ പലിശ നിരക്ക് നിശ്ചയിക്കാൻ സ്വാതന്ത്ര്യം നൽകി. അപ്പോൾ നേരത്തെ RBI മാത്രമാണ് ഇത് ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാ വാണിജ്യ ബാങ്കുകൾക്കും അവരുടെ ഇഷ്ടാനുസരണം പലിശ നിരക്ക് അവർക്ക് നിശ്ചയിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം ഉദാരവൽക്കരണത്തിലൂടെ നൽകി. അത് 1985 മുതലാണ് ഇതിന് തുടക്കം കുറിച്ചത്. അത് മാത്രമല്ല,
ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് മൂലധന സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകി. അതായത് ഇന്ത്യയിൽ ഇൻഡസ്ട്രീസ് ഉണ്ടാവുമല്ലോ, ആ ഇൻഡസ്ട്രീസിലേക്ക് ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങൾ പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനുള്ള, ഇമ്പോർട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഇന്ത്യ ഗവൺമെന്റ് ലിബറലൈസേഷനിലൂടെ സ്വകാര്യ കമ്പനികൾക്ക് നൽകി. അതുമാത്രമല്ല, കമ്പോള ആവശ്യങ്ങൾക്കനുസരിച്ച് ഉൽപാദനശേഷി വികസിപ്പിക്കാനും വൈവിധ്യവൽക്കരിക്കാനും കമ്പനികൾക്ക് സ്വാതന്ത്ര്യം നൽകി. മുമ്പ് സർക്കാരാണ് ഉൽപാദന ശേഷിയുടെ പരമാവധി പരിധി നിശ്ചയിച്ചിരുന്നത്. അതായത് നമുക്ക് മാർക്കറ്റിൽ അതിന്റെ അവൈലബിലിറ്റി എത്രത്തോളമാണ് എന്നതിനനുസരിച്ച് നമുക്ക് ആവശ്യം പോലെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാം, അതിനെ വൈവിധ്യവൽക്കരിക്കാം. ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം കമ്പനികൾക്ക് നൽകി. അപ്പൊ മുമ്പ് സർക്കാർ പറയുന്ന അനുസരിച്ചായിരുന്നു നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും അതിന് എത്ര ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ് ഉണ്ടാക്കണമെന്നും അതിന് എത്ര രൂപ ഇടണം എന്നുള്ളതൊക്കെ നേരത്തെ സർക്കാരായിരുന്നു തീരുമാനിച്ചിരുന്നത്. അപ്പോ അതെല്ലാം എടുത്തു മാറ്റിയിട്ട് സ്വകാര്യ കമ്പനികൾക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ അവരുടെ ബിസിനസ്സിൽ കൊണ്ടുവരാനുള്ള ഒരു ഫ്രീഡം അവർക്ക് കൊടുത്തു, ആ ഒരു ലിബർട്ടി അവർക്ക് കൊടുത്തു. ഇതാണ് എന്ത് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. സ്വകാര്യ മേഖലയിൽ ലൈസൻസിങ് എടുത്തു കളഞ്ഞു, ഓക്കെ, സമ്മതിച്ചു. എന്നാൽ മദ്യം, സിഗരറ്റ്, വ്യാവസായിക സ്ഫോടക വസ്തുക്കൾ, പ്രതിരോധ ഉപകരണങ്ങൾ, അപകടകരമായ രാസവസ്തുക്കൾ, ഇതിനൊക്കെ ലൈസൻസ് ആവശ്യമാണ്. അപ്പൊ അത്തരം വളരെ വളരെ പ്രധാനപ്പെട്ട കുറെ വിഷയങ്ങളുണ്ടല്ലോ, അത്തരം കാര്യങ്ങൾക്കെല്ലാം ലൈസൻസ് ആവശ്യമാണ്. ഓൾമോസ്റ്റ് ബിസിനസ് മേഖലയിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഉള്ള, പ്രൈവറ്റ് കമ്പനികളുടെ കാര്യങ്ങളിലേക്കൊക്കെ ഉള്ള ഗവൺമെന്റിന്റെ റെസ്ട്രിക്ഷൻ കുറച്ചതാണ് ലിബറലൈസേഷന് മലയാളത്തിൽ ഉദാരവൽക്കരണം എന്ന് പറയും. 1985 മുതൽ ഇതിന് തുടക്കം കുറിച്ചു. ഓക്കെ, ഇനി സ്വകാര്യവൽക്കരണം എന്ന് പറയുമ്പോൾ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ 50% ഷെയർ പ്രൈവറ്റ് കമ്പനിയുടെ കയ്യിലാണെങ്കിൽ അതിനെ സ്വകാര്യവൽക്കരണം എന്ന് പറയാം. അപ്പോ ഒരു കമ്പനിയുടെ ഷെയർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ഷെയറിന്റെ 50%-ന് മുകളിൽ പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കുന്നതാണ് എന്ത് പ്രൈവറ്റൈസേഷൻ. അപ്പോ ഇതിന്റെ കീഴിൽ നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ PSU സ്വകാര്യ കമ്പനികൾക്ക് വിറ്റു. അതായത് ഈ സ്വകാര്യവൽക്കരണത്തിലൂടെ ഇപ്പോൾ പബ്ലിക് സെക്ടറിൽ വരുന്ന, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആകുന്നു സ്വകാര്യവൽക്കരണം. ഈ സ്വകാര്യവൽക്കരണം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോ പബ്ലിക് സെക്ടറുകൾ തന്നെ ഉണ്ടല്ലോ, ഈ പബ്ലിക് സെക്ടേഴ്സിന്റെ തന്നെ ഷെയറിൽ 50% ഷെയർ പ്രൈവറ്റ് കമ്പനികൾക്ക് ഹലോ ഡിയർ സ്റ്റുഡൻസ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോർഷനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് പുതിയ ടോപ്പിക്കിലേക്ക് എൻ്റർ ചെയ്യാം. ദാറ്റ് ഈസ് നവസാമ്പത്തിക പരിഷ്കരണം ആവിഷ്കരിച്ച വർഷം. നവസാമ്പത്തിക പരിഷ്കരണം ആവിഷ്കരിച്ച വർഷം 1991. അത് ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ 3ാം ഘട്ടത്തിലാണ് നവസാമ്പത്തിക പരിഷ്കരണം ആവിഷ്കരിച്ചത്. അത് 1991 ആകുന്നു. ഇതിന്റെ താഴെ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് കാണാം. ഈ 4 ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് എൻ്റർ ചെയ്യാം. ദാറ്റ് ഈസ് നവസാമ്പത്തിക പരിഷ്കരണ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? നവസാമ്പത്തിക പരിഷ്കരണ സമയത്തെ, അതായത് 1991 കാലഘട്ടത്തിലാണ് നവസാമ്പത്തിക പരിഷ്കരണം നടക്കുന്നത്. ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരാകുന്നു PV നരസിംഹറാവു. ആ സമയത്ത് ധനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. 1991 നവസാമ്പത്തിക നയം അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ശാഖകൾ ഏതൊക്കെയായിരുന്നു? പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ശാഖകളായിരുന്നു ഉദാരവൽക്കരണം എന്ന് പറയുമ്പോൾ ലിബറലൈസേഷൻ, സ്വകാര്യവൽക്കരണം അതിന്റെ പേരാകുന്നു പ്രൈവറ്റൈസേഷൻ, ആഗോളവൽക്കരണം അതിനെ നമുക്ക് ഗ്ലോബലൈസേഷൻ എന്ന് പറയാം. ഇങ്ങനെ 3 ശാഖകളായിരുന്നു 91 കാലഘട്ടത്തിലെ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ ചെറുതായിട്ട് ഡീറ്റെയിലിംഗിലേക്ക് പോകാം. ലിബറലൈസേഷൻ, അതായത് ഉദാരവൽക്കരണം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉദാരവൽക്കരണം അല്ലെങ്കിൽ ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, സ്വകാര്യ കമ്പനികളുടെ കാര്യങ്ങളിലൊക്കെ ഗവൺമെന്റിന്റെ റെസ്ട്രിക്ഷൻ കുറച്ചതാണ് ഉദാരവൽക്കരണം. പ്രൈവറ്റ് കമ്പനികളുടെ കാര്യങ്ങളിലേക്കുള്ള ഗവൺമെന്റിന്റെ ഇടപെടൽ കുറച്ചതാകുന്നു എന്ത്? ഉദാരവൽക്കരണം, അതായത് ലിബറലൈസേഷൻ. ഇത് 1985 മുതലേ തുടങ്ങിയതാണ് ഉദാരവൽക്കരണം. 1985 മുതലേ ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ചു. ഓക്കെ, അപ്പോ അത് മനസ്സിലായെന്ന് കരുതുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ എല്ലാ വാണിജ്യ ബാങ്കുകൾക്കും അവരുടെ പലിശ നിരക്ക് നിശ്ചയിക്കാൻ സ്വാതന്ത്ര്യം നൽകി. അപ്പോൾ നേരത്തെ RBI മാത്രമാണ് ഇത് ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാ വാണിജ്യ ബാങ്കുകൾക്കും അവരുടെ ഇഷ്ടാനുസരണം പലിശ നിരക്ക് അവർക്ക് നിശ്ചയിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം ഉദാരവൽക്കരണത്തിലൂടെ നൽകി. അത് 1985 മുതലാണ് ഇതിന് തുടക്കം കുറിച്ചത്. അത് മാത്രമല്ല, ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് മൂലധന സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകി. അതായത് ഇന്ത്യയിൽ ഇൻഡസ്ട്രീസ് ഉണ്ടാവുമല്ലോ, ആ ഇൻഡസ്ട്രീസിലേക്ക് ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങൾ പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനുള്ള, ഇമ്പോർട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും
ഇന്ത്യ ഗവൺമെന്റ് ലിബറലൈസേഷനിലൂടെ സ്വകാര്യ കമ്പനികൾക്ക് നൽകി. അതുമാത്രമല്ല, കമ്പോള ആവശ്യങ്ങൾക്കനുസരിച്ച് ഉൽപാദനശേഷി വികസിപ്പിക്കാനും വൈവിധ്യവൽക്കരിക്കാനും കമ്പനികൾക്ക് സ്വാതന്ത്ര്യം നൽകി. മുമ്പ് സർക്കാരാണ് ഉൽപാദന ശേഷിയുടെ പരമാവധി പരിധി നിശ്ചയിച്ചിരുന്നത്. അതായത് നമുക്ക് മാർക്കറ്റിൽ അതിന്റെ അവൈലബിലിറ്റി എത്രത്തോളമാണ് എന്നതിനനുസരിച്ച് നമുക്ക് ആവശ്യം പോലെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാം, അതിനെ വൈവിധ്യവൽക്കരിക്കാം. ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം കമ്പനികൾക്ക് നൽകി. അപ്പൊ മുമ്പ് സർക്കാർ പറയുന്ന അനുസരിച്ചായിരുന്നു നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും അതിന് എത്ര ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ് ഉണ്ടാക്കണമെന്നും അതിന് എത്ര രൂപ ഇടണം എന്നുള്ളതൊക്കെ നേരത്തെ സർക്കാരായിരുന്നു തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അതെല്ലാം എടുത്തു മാറ്റിയിട്ട് സ്വകാര്യ കമ്പനികൾക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ അവരുടെ ബിസിനസ്സിൽ കൊണ്ടുവരാനുള്ള ഒരു ഫ്രീഡം അവർക്ക് കൊടുത്തു, ആ ഒരു ലിബർട്ടി അവർക്ക് കൊടുത്തു. ഇതാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. സ്വകാര്യ മേഖലയിൽ ലൈസൻസിംഗ് എടുത്തു കളഞ്ഞു, ഓക്കെ, സമ്മതിച്ചു. എന്നാൽ മദ്യം, സിഗരറ്റ്, വ്യാവസായിക സ്ഫോടക വസ്തുക്കൾ, പ്രതിരോധ ഉപകരണങ്ങൾ, അപകടകരമായ രാസവസ്തുക്കൾ, ഇതിനൊക്കെ ലൈസൻസ് ആവശ്യമാണ്. അപ്പൊ അത്തരം വളരെ വളരെ പ്രധാനപ്പെട്ട കുറെ വിഷയങ്ങളുണ്ടല്ലോ, അത്തരം കാര്യങ്ങൾക്കെല്ലാം ലൈസൻസ് ആവശ്യമാണ്. ഓൾമോസ്റ്റ് ബിസിനസ് മേഖലയിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഉള്ള പ്രൈവറ്റ് കമ്പനികളുടെ കാര്യങ്ങളിലേക്കൊക്കെ ഉള്ള ഗവൺമെന്റിന്റെ റെസ്ട്രിക്ഷൻ കുറച്ചതാണ് ലിബറലൈസേഷൻ മലയാളത്തിൽ ഉദാരവൽക്കരണം എന്ന് പറയും. 1985 മുതൽ ഇതിന് തുടക്കം കുറിച്ചു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആകുന്നു സ്വകാര്യവൽക്കരണം, അതായത് പ്രൈവറ്റൈസേഷൻ. പ്രൈവറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പബ്ലിക് സെക്ടേഴ്സ് ഉണ്ടല്ലോ, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ ഷെയർ സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നതാണ് സ്വകാര്യവൽക്കരണം. അപ്പോൾ ഇതിനകത്ത് ഇതിന്റെ ഷെയർ ഹോൾഡർ ആകാം. പ്രൈവറ്റ് കമ്പനികൾക്ക് പബ്ലിക് സെക്ടേഴ്സിന്റെ ഷെയർ ഹോൾഡേഴ്സ് ആകാൻ ഉള്ള ഒരു അവസരം ഗവൺമെന്റ് കൊടുത്തു. അത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതാകുന്നു സ്വകാര്യവൽക്കരണം, പ്രൈവറ്റൈസേഷൻ. ഇനി അവർക്ക് വേണമെങ്കിൽ അതിന്റെ 50% ഷെയർ അവർക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചോട്ടെ. അപ്പോൾ അത് പ്രൈവറ്റ് കമ്പനിയായി മാറും. ഓക്കെ, അപ്പോൾ സർക്കാർ അത് തീരുമാനിച്ചും കണ്ടും അറിഞ്ഞൊക്കെയാണ് അത് കൊടുക്കുന്നത്. പിന്നെ 3 പബ്ലിക് സെക്ടേഴ്സിന്റെ ഷെയർ ആർക്കും കൊടുക്കില്ല കേട്ടോ. അതിപ്പോ റെയിൽ ഗതാഗതത്തിന്റെ ഷെയർ ഒരു പ്രൈവറ്റ് കമ്പനിക്കും കൊടുക്കില്ല, ആണവോർജ്ജത്തിന്റെ ഷെയർ ആർക്കും കൊടുക്കില്ല, അറ്റോമിക് ധാതുക്കളുടെ ഖനനം അതിന്റെ ഷെയർ ആർക്കും കൊടുക്കില്ല. ഒരുമാതിരിപ്പെട്ട പബ്ലിക് സെക്ടേഴ്സിന്റെ ഷെയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പ്രൈവറ്റ് കമ്പനി റെഡി ആണെങ്കിൽ അവർക്ക് അതിനുള്ള അവസരം കൊടുക്കും. അവർക്ക് അതിന്റെ ഷെയർ ഹോൾഡേഴ്സ് ആകാം. ഇനി 50% മുകളിൽ അവർക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പ്രൈവറ്റ് കമ്പനി ആയിട്ട് അത് റൺ ചെയ്യുകയും ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതാകുന്നു സ്വകാര്യവൽക്കരണം. എന്നാൽ മുമ്പൊന്നും തന്നെ, ഈ 90-കൾക്ക് മുമ്പൊന്നും തന്നെ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. എല്ലാം തന്നെ ഗവൺമെന്റിന്റെ കീഴിലായിരുന്നു കമ്പനികളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ഗവൺമെന്റിന്റെ കമ്പനികളിലേക്ക് പ്രൈവറ്റ് പാർട്ടിക്കൊന്നും ഷെയർ എടുക്കാനോ അതിൽ നിന്നുള്ള പ്രോഫിറ്റ് എടുക്കാനോ ഒന്നുള്ള അവസരം അന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ 91-ലെ പുത്തൻ സാമ്പത്തിക നയത്തിലൂടെയാണ് ഈ സ്വകാര്യവൽക്കരണമൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നത്. അതോടെ ഇന്ത്യക്ക് ഒരുപാട് സാമ്പത്തിക പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് കീഴിൽ നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ PSU സ്വകാര്യ കമ്പനികൾക്ക് വിറ്റു. അപ്പോൾ PSU എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഷെയർ സ്വകാര്യ കമ്പനികൾക്ക് വിറ്റു. ഓക്കെ, ഈ സ്വകാര്യവൽക്കരണത്തിലൂടെ. അതുപോലെ പൊതുമേഖലാ സ്ഥാപന ഓഹരികൾ സ്വകാര്യ കമ്പനികൾക്ക് വിറ്റതാണ് സ്വകാര്യവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ 3 കാര്യങ്ങളുണ്ടല്ലോ, അറ്റോമിക് ധാതുക്കളുടെ ഖനനം, റെയിൽ ഗതാഗതം, ആണവോർജ്ജം, ഇതൊന്നും ഒരു കമ്പനിക്കും കൊടുക്കില്ല. ഇവിടെ ഒന്നും പ്രൈവറ്റ് കമ്പനിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കില്ല. ഓക്കെ, അത് പൊതുമേഖലയ്ക്കായിട്ട് സംവരണം ചെയ്തിട്ടുള്ള വ്യവസ്ഥയാണ്. അത് 3 ഓക്കെ, അപ്പോൾ ഈ പ്രൈവറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിന്റെ പേരാകുന്നു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഈ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസസ് മാനേജ്മെന്റ് എന്നാകുന്നു. ചുരുക്കി നമുക്ക് ദീപം എന്ന് പറയാം. അപ്പൊ ദീപം എന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇത്തരത്തില് പബ്ലിക് സെക്ടറിന് ഷെയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റ് വഴിയുള്ള വ്യവസ്ഥകളിലൂടെ നമുക്ക് പബ്ലിക് സെക്ടേഴ്സിന്റെ ഷെയർ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രൈവറ്റൈസേഷന്റെ ഭാഗമായിട്ട് നിലവിലുള്ള ഡിപ്പാർട്ട്മെന്റ് ആകുന്നു ദീപം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസസ് മാനേജ്മെന്റ് ആണ്. നമുക്ക് പബ്ലിക് സെക്ടറിൽ നിന്നുള്ള, അതായത് ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ ഷെയർ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റ് വഴിയുള്ള കോൺടാക്റ്റിലൂടെ നമുക്ക് ഷെയർ വാങ്ങിക്കാവുന്നതാണ്. ദെൻ ആഗോളവൽക്കരണം. ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ താരിഫുകൾ കുറച്ച് ആഗോള നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി ഇറക്കുമതിയിലും കയറ്റുമതിയിലും കസ്റ്റംസ് ചിലവ് കുറച്ചതാകുന്നു ആഗോളവൽക്കരണം, അതായത് ഗ്ലോബലൈസേഷൻ. അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് മേഖലകളിൽ വരുന്ന ടാക്സ് കുറച്ച് ഇത്തരത്തിലുള്ള ബിസിനസ് വാണിജ്യ ഇടപാടുകൾ എല്ലാ രാജ്യങ്ങളും തമ്മിൽ വളരെ ഒരു ഈസിയറാക്കി മാറ്റി. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യക്ക് അകത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു വാണിജ്യ ഇടപാടുകളിൽ വരുന്ന ടാക്സിനെ കുറച്ച് അത് വളരെ ആക്സസിബിൾ ആക്കി മാറ്റിയ ആ ഒരു സിസ്റ്റം ഓഫ് എക്കണോമിക് പോളിസിയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ വാണിജ്യ ഇടപാടുകളൊക്കെ നമുക്ക് വലിയ വലിയ കമ്പനികളായിട്ട് ഇന്ത്യക്കകത്തും പുറത്തു നിന്നും നമുക്ക് വളരെ ഈസിയായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിന് മുമ്പൊന്നും തന്നെ അങ്ങനെ പുറത്തുനിന്നൊരു കമ്പനിക്ക് ഇന്ത്യയിൽ ഒന്ന് കച്ചവടം ചെയ്യാനോ ഇടപാടുകൾ നടത്താനോ ഒന്നും പറ്റില്ലായിരുന്നു. അതുപോലെ ഇന്ത്യയിലുള്ള കമ്പനിക്ക് പുറത്തു പോയി തുടങ്ങാനോ അങ്ങനെയുള്ള ആക്സസിബിലിറ്റി ഇല്ലായിരുന്നു. അതായത് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന സിസ്റ്റം 1991 വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു
പോസിബിലിറ്റീസ് നമുക്ക് എത്തിയത്. ഓക്കെ, ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേരാകുന്നു ധനകാര്യ സ്ഥാപനങ്ങൾ. ധനകാര്യ സ്ഥാപനങ്ങളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ബാങ്കുകൾ എന്നും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നും. ഓക്കെ, ധനകാര്യ സ്ഥാപനങ്ങളെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു, ബാങ്കുകൾ, ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ. ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നമുക്ക് ഇംഗ്ലീഷിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയാം. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം, ബാങ്കുകളെന്നും അതുപോലെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബാങ്കുകളെ നമുക്ക് നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ബാങ്കുകൾ 4 തരമുണ്ട്. വാണിജ്യ ബാങ്കുകളുണ്ട്, സഹകരണ ബാങ്കുകളുണ്ട്, സവിശേഷ ബാങ്കുകളുണ്ട്, വികസന ബാങ്കുകളുണ്ട്. ഇങ്ങനെ 4ആയിട്ട് നമുക്ക് ബാങ്കുകളെ ക്ലാസിഫൈ ചെയ്യാം. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെ, അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ആർ ഇൻഷുറൻസ് കമ്പനികൾ. ഇൻഷുറൻസ് കമ്പനികൾ എന്ന് പറയുന്നത് ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകുന്നു. അതുപോലെ മ്യൂച്വൽ സ്ഥാപനങ്ങൾ, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, അതൊരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകുന്നു. ദെൻ ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ, അതും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്നതാകുന്നു. ഇനി നമുക്ക് ബാങ്കുകളിലേക്ക് വരാം. ബാങ്കുകളെ നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ. ഇതിൽ നമുക്ക് ഒരു ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്ക് എന്ന് പറഞ്ഞാൽ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയ്ക്ക് വായ്പകൾ നൽകുന്ന ഒരു ധനകാര്യ സ്ഥാപനമാകുന്നു ബാങ്ക്. വ്യക്തികൾക്ക് വായ്പ നൽകും, സ്ഥാപനങ്ങൾക്ക് വായ്പ നൽകും, സർക്കാരുകൾക്ക് വായ്പ നൽകുന്ന ഒരു ധനകാര്യ സ്ഥാപനമാകുന്നു ബാങ്ക്. ബാങ്കിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. അതും ബാങ്ക് ചെയ്യുന്ന കാര്യമാണ്. ഇത്തരം ആളുകളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങളും ബാങ്കുകൾ സ്വീകരിക്കുന്നു. അത് മാത്രമല്ല, നിക്ഷേപ തുക പലിശയോടെ തിരികെ നൽകും, വായ്പ തുക പലിശയോടെ തിരികെ വാങ്ങും. ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസും ബാങ്കുകൾക്കുണ്ട്. അപ്പോൾ ബാങ്കിന്റെ പ്രോപ്പർട്ടീസ് ആണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, വ്യക്തികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയ്ക്ക് വായ്പ നൽകുക, അതുപോലെ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, നിക്ഷേപ തുക പലിശയോടെ തിരികെ നൽകുക, വായ്പ തുക പലിശയോടെ തിരികെ വാങ്ങുക, ഇതെല്ലാം ബാങ്കുകളുടെ പ്രോപ്പർട്ടീസിൽ വരുന്നതാകുന്നു. ഇനി നമുക്ക് വാണിജ്യ ബാങ്കുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വാണിജ്യ ബാങ്കുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പൊതുമേഖലാ ബാങ്കുകൾ, 2 സ്വകാര്യ ബാങ്കുകൾ. വാണിജ്യ ബാങ്കുകളെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ആർ പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ. വാണിജ്യ ബാങ്കിന്റെ ഇംഗ്ലീഷ് കൊമേഴ്സ്യൽ ബാങ്ക് എന്നാണ്. കൊമേഴ്സ്യൽ ബാങ്കിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ. സ്വകാര്യ ബാങ്കുകൾ, സ്വകാര്യ ഇന്ത്യൻ ബാങ്കുകളുണ്ട്, സ്വകാര്യ വിദേശ ബാങ്കുകളുണ്ട്. ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പൊതുമേഖല ബാങ്കുകൾ എന്താണ് എന്നതിനെ കുറിച്ച് നോക്കാം. അതായത് പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആ പേരിൽ തന്നെയുണ്ട്, പൊതുമേഖല വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത പൂർണ്ണമായും സർക്കാരിനാണ്. ഓക്കെ, നമുക്കറിയാം, പേരിൽ തന്നെ മനസ്സിലാക്കും, പൊതുമേഖല വാണിജ്യ ബാങ്ക്, പബ്ലിക് സെക്ടർ കൊമേഴ്സ്യൽ ബാങ്ക്, അതിന്റെ ഉടമസ്ഥത സർക്കാരിനാണ്. ഇവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ്. ഇവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ്. അത് മാത്രമല്ല, ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും അനുബന്ധ ബാങ്കുകളും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേർന്നതാണ് പൊതുമേഖല വാണിജ്യ ബാങ്കുകൾ. ഓക്കെ, അപ്പൊ പൊതുമേഖല വാണിജ്യ ബാങ്കുകളിൽ വരുന്ന ബാങ്കുകൾ ആരൊക്കെയാണ്? ഒന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദാറ്റ് മീൻസ് SBI, അതാണ് ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് SBI ആണ്. SBIയും SBIയുടെ അനുബന്ധ ബാങ്കുകളും. SBIയുടെ അനുബന്ധ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ക്ലാസ്സിന്റെ തുടക്കം പഠിച്ചിരുന്നു. SBIയുടെ അനുബന്ധ ബാങ്കുകൾ 8 ബാങ്കുകൾ SBIയിലേക്ക് മെർജ് ചെയ്തതും അതിന്റെ കൂടെ ഭാരതീയ മഹിളാ ബാങ്കിനെ മെർജ് ചെയ്തതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ SBIയിലേക്ക് മെർജ് ചെയ്യപ്പെട്ട 8 ബാങ്കുകൾ, അതിന്റെ കൂടെ വരുന്ന മഹിളാ ബാങ്കുകൾ, ഇതെല്ലാം ഉൾപ്പെട്ടതാണ് SBIയുടെ സബ്സിഡറി ബാങ്കുകൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്ടിയാല, ഭാരതീയ മഹിളാ ബാങ്ക്, ഇതെല്ലാം ഭാരതീയ സ്റ്റേറ്റ് ബാങ്കിന്റെ അനുബന്ധ ബാങ്കുകളാകുന്നു. അപ്പോൾ SBIയും SBIയുടെ സബ്സിഡറി ബാങ്കുകളും അതുപോലെ ദേശസാൽകൃത ബാങ്കുകളും. ദേശസാൽകൃത ബാങ്കുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? നാഷണലൈസ്ഡ് ബാങ്കുകൾ. അതായത് 1969, 1980 ഈ ടൈമിലൊക്കെ നാഷണലൈസ് ചെയ്യപ്പെട്ട ബാങ്കുകൾ ഉണ്ടല്ലോ, സ്വകാര്യ ബാങ്കുകളിൽ നിന്ന് ഷെയർ കൊടുത്ത് ഗവൺമെന്റ് വാങ്ങിച്ച ബാങ്കുകൾ. അതിന് എക്സാമ്പിൾ ആണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്. ഇതെല്ലാം നാഷണലൈസ്ഡ് ബാങ്കുകളാണ്. അപ്പോൾ ഈ നാഷണലൈസ്ഡ് ബാങ്കുകളും അതുപോലെ ഈ റീജിയണൽ റൂറൽ ബാങ്കുകളും ഒക്കെ ചേർന്നതാണ് എന്ത്? പൊതുമേഖല വാണിജ്യ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മനസ്സിലായി. ഓക്കെ, ദെൻ സ്വകാര്യ ഇന്ത്യൻ ബാങ്കുകൾ. സ്വകാര്യ ഇന്ത്യൻ ബാങ്കുകൾ എന്ന് വെച്ചാൽ എന്താണ്? ഉടമസ്ഥത സ്വകാര്യ വ്യക്തികൾക്കാണ്. ഓക്കെ, സ്വകാര്യ ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഉടമസ്ഥത സ്വകാര്യ വ്യക്തികൾക്കാണ്. സ്വകാര്യ ഇന്ത്യൻ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ബാങ്കാണ്, ആസ്ഥാനം ഇന്ത്യയിലാണ്. എക്സാമ്പിൾ ആക്സിസ് ബാങ്ക്, HDFC, ഫെഡറൽ ബാങ്ക്, ഇതെല്ലാം സ്വകാര്യ ഇന്ത്യൻ ബാങ്കുകളാകുന്നു. അതിന്റെ ആസ്ഥാനം ഇന്ത്യയിലാണ്, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ബാങ്കാണ്, ഉടമസ്ഥ സ്വകാര്യ വ്യക്തികൾക്കാണ്. ഇതാണ് സ്വകാര്യ ഇന്ത്യൻ ബാങ്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സ്വകാര്യ വിദേശ ബാങ്കുകൾ. സ്വകാര്യ വിദേശ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികൾക്കാണ്, രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത് ഇന്ത്യയിലാണ്, ഇതിന്റെ ആസ്ഥാനം വിദേശത്താണ്. അതാണ് സ്വകാര്യ വിദേശ ബാങ്കുകൾ. എക്സാമ്പിൾ ദോഹ ബാങ്ക്, CITI ബാങ്ക്, ഇതെല്ലാം സ്വകാര്യ വിദേശ ബാങ്കുകൾക്ക് ഉദാഹരണമാണ്. അത്ര മനസ്സിലായില്ലേ? ദെൻ റീജിയണൽ റൂറൽ ബാങ്ക് എന്താണെന്ന് നോക്കാം. റീജിയണൽ റൂറൽ ബാങ്ക്, ദാറ്റ് മീൻസ് RRBS എന്താണെന്ന് നോക്കാം.
ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിനായി 1975 സ്ഥാപിച്ച ബാങ്കുകളാണിവ. അപ്പോൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് പോലത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ ആ ഒരു റീജിയണൽ സർവീസ് നൽകുന്നതിനായിട്ട് 1975 സ്ഥാപിച്ച ബാങ്കുകളെയാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇതിലൂടെ ചെറുകിട കർഷക തൊഴിലാളികൾ, ചെറുകിട സംരംഭകർക്ക് ഒക്കെ വായ്പ നൽകി സഹായിക്കുക എന്നുള്ളതാണ് റീജിയണൽ റൂറൽ ബാങ്കിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ദെൻ നരസിംഹൻ കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വന്നത്. ഇത് സ്ഥാപിതമായത് 1975 ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക് ആകുന്നു കേരള ഗ്രാമീൺ ബാങ്ക്. ഇതിന്റെ ആസ്ഥാനം മലപ്പുറത്താണ്. അത് മനസ്സിലായെന്ന് കരുതുന്നു. അതുപോലെ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ, അതായത് കൊമേഴ്സ്യൽ ബാങ്കുകളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോ വാണിജ്യ ബാങ്കുകളിലെ നിക്ഷേപങ്ങൾ മെയിൻ ആയിട്ട് 4 തരത്തിലുള്ള നിക്ഷേപങ്ങളാണ് ഉള്ളത്. 4 തരത്തിലുള്ള ഡെപ്പോസിറ്റ്സ് ആണ് ഒരു വാണിജ്യ ബാങ്കുകളിൽ ഉള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് നിക്ഷേപങ്ങൾ? 4 തരത്തിലുള്ള ഡെപ്പോസിറ്റ്സ് ആണ് കൊമേഴ്സ്യൽ ബാങ്കുകളിൽ ഉള്ളത്. ഫസ്റ്റ് വൺ സേവിങ്സ് ഡെപ്പോസിറ്റ്, സെക്കൻഡ് കറന്റ് ഡെപ്പോസിറ്റ്, അതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്. നമ്മൾ ഈ 3 ഡെപ്പോസിറ്റുകൾ കേട്ടിട്ടുണ്ടല്ലേ? സേവിംഗ് ഡെപ്പോസിറ്റ് നമുക്കറിയാം, കറന്റ് ഡെപ്പോസിറ്റ് അറിയാം, ഫിക്സഡ് ഡെപ്പോസിറ്റ് അറിയാം. അതിന്റെ കൂടെ നമുക്ക് റെക്കറിംഗ് ഡെപ്പോസിറ്റ്, ഇങ്ങനെ 4 തരത്തിലുള്ള നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ്സ് ആണ് കൊമേഴ്സ്യൽ ബാങ്കുകളിൽ ഉള്ളത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. അപ്പൊ അതിനു മുമ്പ് ഞാനൊരു കാര്യം കൂടെ പറയാൻ വന്നതാണ്, അത് വിട്ടുപോയതാണ്. എസ് ബി ഐ എന്ന് പറയുന്നത് ഒരു നാഷണലൈസ്ഡ് ബാങ്ക് അല്ല. ഓക്കെ, എസ് ബി ഐ എന്ന് പറയുന്നത് 1955 രൂപീകരിക്കപ്പെട്ട ബാങ്കാണ് എസ് ബി ഐ. അത് 1921 ഇമ്പീരിയൽ ബാങ്കിനെ 1955 എസ് ബി ഐക്ക് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ 1955 രൂപീകരിക്കപ്പെട്ട ബാങ്കാണ് എസ് ബി ഐ. നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥയിലുണ്ടായിരുന്ന ബാങ്കിന്റെ ഷെയർ ഗവൺമെന്റ് വാങ്ങിച്ച് ഉടമസ്ഥയിലാക്കിയ ബാങ്കാണ് എന്ത് നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോ എന്താണ് ഇപ്പൊ ഈ പറയുന്നത് പോലെ ബാങ്ക് ഓഫ് അലഹബാദ്, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇതെല്ലാം നാഷണലൈസ്ഡ് ബാങ്കാണ്. ഈവൻ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതും ഈ പറയുന്നത് പോലെ ഗവൺമെന്റ് വാങ്ങിച്ചതാണ്. അത് 1949 നാഷണലൈസ് ചെയ്യപ്പെട്ടത്. പക്ഷേ എസ് ബി ഐ എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ചെടുത്ത ബാങ്കാണ് എസ് ബി ഐ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റിന്റെ കൂടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ ഒന്നുകൂടെ അത് പറഞ്ഞുതരാം. നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ സ്വകാര്യ കമ്പനികളുടെ കയ്യിൽ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ ഉടമസ്ഥരുണ്ടായിരുന്ന ബാങ്കിന്റെ ഷെയർ ഗവൺമെന്റ് കൊടുത്ത് വാങ്ങിച്ച് ബാങ്കുകളാകുന്നു ദേശസാൽകൃത ബാങ്ക് അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഈ പറയുന്ന പോലത്തെ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, അലഹബാദ് ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര തുടങ്ങിയവയ്ക്ക്. എസ് ബി ഐ എന്ന് പറയുന്നത് നാഷണലൈസ്ഡ് ബാങ്ക് അല്ല. എസ് ബി ഐ എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ചെടുത്ത ബാങ്കാണ് എസ് ബി ഐ. ഇത് 1955 1921 ഉണ്ടായിരുന്ന ഇമ്പീരിയൽ ബാങ്കിനെയാണ് എസ് ബി ഐക്ക് മാറ്റിയത്. അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 1935 അത് രൂപീകരിക്കുന്നത്. അത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായ ബാങ്കാണ്. ഏത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നാഷണലൈസ് ചെയ്യപ്പെട്ടു. 1949 അത് സംഭവിച്ചത്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളൂ. പിന്നെ എസ് ബി ഐയുടെ അനുബന്ധ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ ഈ എസ് ബി ഐയിലേക്ക് ചേർക്കപ്പെട്ട ബാങ്കുകളാണ്. ഓക്കെ, അത് നമുക്കറിയാലോ. ഏകദേശം 58 വർഷത്തോളം എടുത്ത് 1959 വന്ന എസ് ബി ഐ സബ്സിഡറി ആക്ടിലൂടെ 58 വർഷങ്ങൾ എടുത്ത് 2017 കൂടി എസ് ബി ഐയിലേക്ക് എന്ത് ചെയ്തു? ആ പണ്ട് മുതലുണ്ടായിരുന്ന ഒരു 8 ബാങ്കുകളും അതുപോലെ 2013 രൂപീകരിച്ച ഭാരതീയ മഹിളാ ബാങ്കൊക്കെ കൂടി എസ് ബി ഐയിലേക്ക് മെർജ് ചെയ്യപ്പെട്ട ബാങ്കുകളാണ്. അതാണ് എസ് ബി ഐയുടെ അനുബന്ധ ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ അനുബന്ധ ബാങ്കുകൾ, എസ് ബി ഐയുടെ അനുബന്ധ ബാങ്കുകൾ എന്ന് പറയുന്നത് വേറെ, അതുപോലെ നാഷണലൈസ്ഡ് ബാങ്കുകൾ എന്ന് പറയുന്നത് വേറെ. അതൊക്കെ ആ രീതിയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കിനി സേവിംഗ് ഡെപ്പോസിറ്റ്, കറന്റ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്തൊക്കെയാണെന്ന് പഠിക്കണം. അതിനുശേഷം സ്വകാര്യ ബാങ്കുകളെ കുറിച്ചൊന്ന് പഠിക്കണം. പിന്നെ ഇവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. സഹകരണ ബാങ്ക് എന്താ, വികസന ബാങ്ക് എന്താ, സവിശേഷ ബാങ്ക് എന്താ എന്നൊക്കെ പഠിക്കണം. ബാങ്ക് ഇതര സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അത് സിമ്പിൾ ആണ്, നമുക്ക് പെട്ടെന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ എന്ന ടോപ്പിക്കിൽ നിക്ഷേപങ്ങൾ എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിക്ഷേപങ്ങൾ, അതായത് ഡെപ്പോസിറ്റ്സ് 4 ടൈപ്പ് ഉണ്ട്. സേവിങ്സ് ഡെപ്പോസിറ്റ് ഉണ്ട്, കറന്റ് ഡെപ്പോസിറ്റ് ഉണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആൻഡ് റെക്കറിംഗ് ഡെപ്പോസിറ്റ്. ഇങ്ങനെ 4ആയിട്ട് നമുക്ക് ഡെപ്പോസിറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. അതിൽ സേവിങ്സ് ഡെപ്പോസിറ്റ് എന്താണെന്ന് നോക്കാം. അതായത് സമ്പാദ്യ നിക്ഷേപം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സേവിങ്സ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പലിശ നമുക്ക് ലഭിക്കും. കുറഞ്ഞ പലിശ ലഭിക്കും. അതുപോലെ പണം പിൻവലിക്കുന്നതിന് നിയന്ത്രണങ്ങൾ കുറവായ ഒരു ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് ആകുന്നു സേവിങ്സ് ഡെപ്പോസിറ്റ്. കുറഞ്ഞ പലിശയുണ്ട്, പണം പിൻവലിക്കുന്നതിന് നിയന്ത്രണങ്ങൾ കുറവ്. എന്നാൽ കറന്റ് ഡെപ്പോസിറ്റ് ഉണ്ട്. കറന്റ് ഡെപ്പോസിറ്റിനെ പ്രചരിത നിക്ഷേപം എന്ന് പറയും. ഇവിടെ പലിശയില്ല. ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കുവാനും പിൻവലിക്കുവാനുമുള്ള സൗകര്യം ഉണ്ട്. ഓക്കെ, അപ്പോ സേവിങ്സ് ഡെപ്പോസിറ്റില്, അതായത് സമ്പാദ്യ നിക്ഷേപത്തില് കുറഞ്ഞ പലിശ കിട്ടും. അതുപോലെ
പണം പിൻവലിക്കുന്നതിന് നിയന്ത്രണങ്ങൾ കുറവാണ്. കറന്റ് ഡെപ്പോസിറ്റില് പലിശയില്ല. പ്രചരിത നിക്ഷേപത്തിൽ പലിശയില്ല. ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും വിത്ഡ്രോ ചെയ്യാനുമുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഇനി ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ പലിശ കൂടുതലാണ്. കാലാവധി കൂടുന്നതനുസരിച്ച് പലിശ കൂടും. പണം പിൻവലിക്കുന്നതിന് നിയന്ത്രണങ്ങൾ കൂടുതലാണ്. ക്യാഷ് വിത്ഡ്രോ ചെയ്യുന്നതിന് ഉള്ള നിയന്ത്രണങ്ങൾ കൂടുതലാണ് ഫിക്സഡ് ഡെപ്പോസിറ്റില്. ആവർത്തിത നിക്ഷേപമുണ്ട്. അതിന് റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയും. റെക്കറിംഗ് ഡെപ്പോസിറ്റിലും പലിശ കൂടുതലുണ്ട്. എന്നാൽ സ്ഥിര നിക്ഷേപത്തേക്കാൾ കുറവാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാളും ഇൻട്രസ്റ്റ് കുറവാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റില്. പിന്നെ റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ചിട്ടി പോലെയാ. അപ്പൊ നമ്മളൊരു നിശ്ചിത എമൗണ്ട് ഫിക്സ് ചെയ്ത് നമുക്ക് റെക്കറിംഗ് ഡെപ്പോസിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു നിശ്ചിത എമൗണ്ട് വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 10 ലക്ഷം രൂപയുടെ റെക്കറിംഗ് ഡെപ്പോസിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഓരോ മാസവും ഇത്ര രൂപ ഇട്ടിട്ട് നമുക്കത് ഫില്ല് ചെയ്ത് പോകാം. അപ്പോ ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ നമുക്ക് ആ മുടക്കിയ ക്യാഷും അതിന്റെ ഒപ്പം തന്നെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ക്യാഷ് നമുക്ക് വിത്ഡ്രോ ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ പറഞ്ഞ ഫിക്സഡ് എമൗണ്ട് കയ്യിലുള്ളവർക്ക് മൊത്തമായിട്ട് കൊണ്ടുപോയി ക്യാഷ് ഇട്ട് ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ വിത്ഡ്രോ ചെയ്യുന്നതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. അവിടെ പലിശ കൂടുതലായിരിക്കും. കാലാവധി കൂടുന്നതനുസരിച്ച് പലിശ കൂടും. പണം പിൻവലിക്കാനാണെങ്കിൽ നിയന്ത്രണങ്ങൾ കൂടുതലുണ്ട്. ഓക്കെ. അപ്പോൾ ആ രീതിയിലാണ് ഫിക്സഡ് ഡെപ്പോസിറ്റും റെക്കറിംഗ് ഡെപ്പോസിറ്റും നമ്മുടെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ പ്രചലിത നിക്ഷേപം, കറന്റ് ഡെപ്പോസിറ്റിൽ പലിശയില്ല. ആവർത്തിത നിക്ഷേപം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് നിക്ഷേപിക്കുന്നതാണ്. അത് ചിട്ടി പോലെയാണ്. അതിന് പലിശയുണ്ട്. സ്ഥിര നിക്ഷേപത്തേക്കാൾ കുറവായിരിക്കും. നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസം നിക്ഷേപിക്കാനോട് ചെയ്യുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു. യെസ്, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സഹകരണ ബാങ്കുകൾ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ബാങ്കുകളെ നമ്മൾ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വാണിജ്യ ബാങ്ക് എന്ന് പറയുമ്പോൾ കൊമേഴ്സ്യൽ ബാങ്ക്, അതുപോലെ സഹകരണ ബാങ്ക്, വികസന ബാങ്ക്, സവിശേഷ ബാങ്ക് എന്നിങ്ങനെ ബാങ്കുകളെ നമ്മൾ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വാണിജ്യ ബാങ്ക്, സഹകരണ ബാങ്ക്, വികസന ബാങ്ക്, സവിശേഷ ബാങ്ക്. വാണിജ്യ ബാങ്കിന്റെ ഇംഗ്ലീഷ് ആകുന്നു കൊമേഴ്സ്യൽ ബാങ്ക്. ഓക്കെ. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വാണിജ്യ ബാങ്കുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സഹകരണ ബാങ്കുകളെ കുറിച്ചാകുന്നു. സഹകരണ ബാങ്കുകൾ അപ്പോ 1912 കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ബാങ്കുകളാകുന്നു സഹകരണ ബാങ്കുകൾ. അപ്പൊ സഹകരണ ബാങ്കുകൾ ഏതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്? 1912 കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ബാങ്കുകളാകുന്നു സഹകരണ ബാങ്കുകൾ. സഹകരണ ബാങ്കുകളുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം ഇതാകുന്നു. ഈ ബാങ്കിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക്, അതായത് പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലുള്ളവർക്ക് സ്വയം സഹായം നൽകൽ, ഗ്രാമീണർക്ക് സ്വയം സഹായം നൽകൽ എന്നുള്ളതാണ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തന ലക്ഷ്യം. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന കമ്മിറ്റി റിപ്പോർട്ട് ഏതാണെന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന കമ്മിറ്റി റിപ്പോർട്ടാകുന്നു ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഇനി നമുക്ക് സഹകരണ ബാങ്കുകളെ പ്രധാനമായിട്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സംസ്ഥാന സഹകരണ ബാങ്ക്, ജില്ലാ സഹകരണ ബാങ്ക്, പ്രാഥമിക സഹകരണ ബാങ്ക്. അപ്പോ സംസ്ഥാന സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന്റെ, അതായത് ഒരു സ്റ്റേറ്റിന്റെ സഹകരണ രംഗത്തെ ഏറ്റവും ഉയർന്ന ഘടകമായി പ്രവർത്തിക്കുന്ന ബാങ്കാകുന്നു സംസ്ഥാന സഹകരണ ബാങ്ക്. അപ്പോ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. സംസ്ഥാന സഹകരണ ബാങ്ക്, ഇപ്പൊ നമ്മുടെ കേരള സംസ്ഥാനം എടുക്കുകയാണെങ്കിൽ കേരള സംസ്ഥാനത്തിലെ സംസ്ഥാന സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് ഒരെണ്ണേ ഉള്ളൂ. ആ ബാങ്കിന്റെ പേരാകുന്നു കേരള ബാങ്ക്. ഓക്കെ. അപ്പൊ സംസ്ഥാന സഹകരണ ബാങ്ക് നമ്മുടെ കേരളത്തിൽ ഒരെണ്ണമാണുള്ളത്. അതിന്റെ പേരാകുന്നു കേരള ബാങ്ക്. ഈ കേരള ബാങ്ക് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തെ സഹകരണ രംഗത്തെ ഉയർന്ന ഘടകമായി പ്രവർത്തിക്കുന്ന ബാങ്കാണ് കേരള ബാങ്ക്. ഓക്കെ. ഈ കേരള ബാങ്ക് കൊണ്ട് ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക സഹകരണ ബാങ്കുകൾക്കും സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. ഈ ബാങ്കിന്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക സഹകരണ ബാങ്കുകൾക്കും സാമ്പത്തിക സഹായം നൽകുക എന്നുള്ളതാണ് സംസ്ഥാന സഹകരണ ബാങ്കിന്റെ മെയിൻ പർപ്പസ്. ജില്ലാ സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ് ജില്ലാ സഹകരണ ബാങ്ക്. അപ്പോ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജില്ലാ സഹകരണ ബാങ്കുകൾ ഉണ്ടായിരിക്കും. ഓക്കെ. അതുപോലെ പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സഹായവും ഉപദേശവും നൽകുന്നത് ജില്ലാ സഹകരണ ബാങ്കുകളാകുന്നു. പിന്നെ എന്റെ തൊട്ട് താഴെ വരുന്നതാണ് പ്രാഥമിക സഹകരണ ബാങ്ക്. പ്രാഥമിക സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നു. പ്രവർത്തന പ്രദേശത്തിന്റെ പരിധി കുറവായിരിക്കും.
ഗ്രാമീണരുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നു, ഗ്രാമീണർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്നു തുടങ്ങിയവയെല്ലാമാണ് പ്രാഥമിക സഹകരണ ബാങ്കിന്റെ ഫങ്ഷൻസ്. അപ്പൊ സംസ്ഥാന സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സഹകരണ രംഗത്തെ ഏറ്റവും ഉയർന്ന ഘടകമായി പ്രവർത്തിക്കുന്ന ബാങ്കാകുന്നു സംസ്ഥാന സഹകരണ ബാങ്ക്. ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക സഹകരണ ബാങ്കിനും സാമ്പത്തിക സഹായം നൽകുന്നു. ജില്ലാ സഹകരണ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ്. അതുപോലെ പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സഹായവും ഉപദേശവും നൽകുന്നു. പ്രാഥമിക സഹകരണ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ്. പ്രവർത്തന പ്രദേശത്തിന്റെ പരിധി കുറവായിരിക്കും. ഓക്കെ, അത് നിശ്ചിത പരിധിയിലായിട്ടായിരിക്കും ഇത് പ്രവർത്തിക്കുന്നത്. അതുപോലെ ഗ്രാമീണരുടെ സമ്പാദ്യശീലത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഗ്രാമീണർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുകയും ചെയ്യുന്നത് പ്രാഥമിക സഹകരണ ബാങ്കുകളാകുന്നു. ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആകുന്നു വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ, അതായത് ഡെവലപ്മെന്റ് ബാങ്ക്, സ്പെഷ്യലൈസ്ഡ് ബാങ്ക് എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഡെവലപ്മെന്റ് ബാങ്ക്, സ്പെഷ്യലൈസ്ഡ് ബാങ്ക് ഇവ തമ്മിലുള്ള ഒരു കോമൺ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ സാധാരണ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക്, അതായത് സാധാരണ വാണിജ്യ ബാങ്കുകൾക്ക് നൽകാൻ കഴിയാത്ത സേവനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ബാങ്കുകളാകുന്നു വികസന ബാങ്കുകളും സവിശേഷ ബാങ്കുകളും. അപ്പോൾ സാധാരണ വാണിജ്യ ബാങ്കുകൾ നൽകാത്ത സേവനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സേവനം ചെയ്യുന്ന ബാങ്കുകളാകുന്നു, സർവീസ് ചെയ്യുന്ന ബാങ്കുകളാകുന്നു വികസന ബാങ്കുകളും സവിശേഷ ബാങ്കുകളും. ഇതാണ് ഇവ തമ്മിലുള്ള കോമൺ ഫീച്ചർ എന്ന് പറഞ്ഞാൽ. ഇനി ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ വികസന ബാങ്കുകൾ, അതായത് ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വികസനത്തിന് വേണ്ടിയിട്ട്, വികസനം എന്ന് പറയുമ്പോൾ വലിയ സംരംഭങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് ദീർഘകാലയളവിലേക്ക് വലിയ എമൗണ്ട് വായ്പകൾ കൊടുക്കുന്ന ഒരു ബാങ്കാകുന്നു വികസന ബാങ്കുകൾ. അതായത് വ്യവസായശാലകളിലെ സാങ്കേതികവൽക്കരണം, നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ദീർഘകാലയളവിലേക്ക് വായ്പ നൽകുന്ന ബാങ്കുകളാകുന്നു വികസന ബാങ്കുകൾ. വലിയ സംരംഭങ്ങൾക്ക് വലിയ എമൗണ്ട് വായ്പ ഒരു ദീർഘകാലത്തേക്ക് കൊടുക്കുന്ന ബാങ്കുകൾക്ക് പറയുന്ന പേരാകുന്നു വികസന ബാങ്കുകൾ. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആകുന്നു IDBI, IFCI ബാങ്കുകളൊക്കെ തന്നെ. ദെൻ സവിശേഷ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? സവിശേഷ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനുമുള്ള വായ്പ, അതുപോലെ ഗ്രാമീണ വ്യവസായത്തെ ഉണർത്തുന്ന രീതിയിലുള്ള വായ്പകൾ, ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന വായ്പകൾ. അപ്പൊ അത്തരത്തിലുള്ള ഗ്രാമീണ പ്രദേശങ്ങൾക്കും കാർഷിക വികസനത്തിനും ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ഇറക്കുമതി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അത്യാവശ്യം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ട വായ്പകൾ കൊടുക്കുന്ന ബാങ്കുകൾക്ക് പറയുന്ന പേരാകുന്നു സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ, ദാറ്റ് ഈസ് സവിശേഷ ബാങ്കുകൾ. അതിന് എക്സാമ്പിൾ ആകുന്നു എക്സിം ബാങ്ക്, സിഡ്ബി, നബാർഡ് തുടങ്ങിയ ബാങ്കുകളൊക്കെ സവിശേഷ ബാങ്കുകൾക്ക്, അതായത് സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾക്ക് എക്സാമ്പിൾ ആകുന്നു. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ വലിയ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ വായ്പ ദീർഘകാലയളവിൽ കൊടുക്കുന്ന ബാങ്കാകുന്നു വികസന ബാങ്കുകൾ. അതിന് എക്സാമ്പിളാണ് IFCI, IDBI ബാങ്കുകൾ. ചെറിയ സംരംഭങ്ങൾക്ക് ചെറിയ കാലയളവിലേക്ക് ചെറിയ എമൗണ്ട് വായ്പകൾ നൽകുന്ന ബാങ്കുകൾക്ക് പറയുന്ന പേരാകുന്നു സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ. അതിന് എക്സാമ്പിൾ ആകുന്നു എക്സിം, നബാർഡ്, സിഡ്ബി തുടങ്ങിയ ബാങ്കുകൾ. നബാർഡ് എന്ന് പറയുമ്പോൾ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് അതിന്റെ അർത്ഥം. ദെൻ സിഡ്ബി ഉണ്ട്. സിഡ്ബി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക് എന്നാണ്. സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആ ഒരു ടൈപ്പ് ഓഫ് ബാങ്കാണ് സിഡ്ബി. എക്സിം എന്ന് പറയുമ്പോൾ എക്സ്പോർട്ട്, ഇമ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതാകുന്നു. അപ്പോൾ വലിയ കാര്യങ്ങൾക്ക് ഡെവലപ്മെന്റ് ബാങ്ക്, ചെറിയ കാര്യങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്. ആ ഒരു ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. താങ്ക് യു. ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേരാകുന്നു പേയ്മെന്റ് ബാങ്ക്. എന്താണ് പേയ്മെന്റ് ബാങ്ക്? കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കാനായി രൂപം കൊണ്ട ബാങ്കുകളെയാണ് പേയ്മെന്റ് ബാങ്കുകൾ എന്ന് പറയുന്നത്. കുറഞ്ഞ വരുമാനക്കാരെന്ന് പറയുമ്പോൾ ലോ ഇൻകം ഗ്രൂപ്പ് ഉണ്ടാകും. ചെറുകിട വ്യവസായികൾ എന്ന് പറയുമ്പോൾ സ്മോൾ ഇൻഡസ്ട്രിയൽ ബിസിനസ് നടത്തുന്ന ആളുകൾ ഉണ്ടാകും. അതുപോലെ കുടിയേറ്റ തൊഴിലാളികൾ, മൈഗ്രന്റ് വർക്കേഴ്സ് ഉണ്ടാകും. ഇവരെയൊക്കെ സഹായിക്കാനായിട്ട് രൂപം കൊണ്ട ബാങ്കുകളെയാണ് പേയ്മെന്റ് ബാങ്കുകൾ എന്ന് പറയുന്നത്. ഈ ബാങ്കുകൾ സാധാരണ ബാങ്കുകളെ പോലെ, സാധാരണ കൊമേഴ്സ്യൽ ബാങ്കുകൾ നൽകുന്ന സേവനങ്ങൾ പേയ്മെന്റ് ബാങ്ക് നൽകുന്നില്ല. ഓക്കെ, സാധാരണ കൊമേഴ്സ്യൽ ബാങ്ക് നൽകുന്ന സേവനങ്ങൾ പേയ്മെന്റ് ബാങ്കുകൾ നൽകുന്നില്ല. കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് പേയ്മെന്റ് ബാങ്കിന്. പേയ്മെന്റ് ബാങ്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. മാക്സിമം 2 ലക്ഷം രൂപ വരെയാണ് ഡെപ്പോസിറ്റ് ആയിട്ട് പേയ്മെന്റ് ബാങ്ക് സ്വീകരിക്കുള്ളൂ. മറ്റു ബാങ്കുകളിലൊക്കെ എങ്ങനെയാണ്? സാധാരണ കൊമേഴ്സ്യൽ വാണിജ്യ ബാങ്കുകളിലൊക്കെ എങ്ങനെയാണ്? എത്ര എമൗണ്ട് വേണമെങ്കിലും നിക്ഷേപമായിട്ട് സ്വീകരിക്കാം. എന്നാൽ പേയ്മെന്റ് ബാങ്കില് ഡെപ്പോസിറ്റ് ആയിട്ട് മാക്സിമം 2 ലക്ഷം രൂപ വരെയാണ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് RBI നിശ്ചയിച്ച പ്രകാരമുള്ള ഇൻട്രസ്റ്റ് നിക്ഷേപകർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിക്ഷേപകർക്ക് ഭാരതീയ റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള പലിശയാണ് നൽകുന്നത്. ഓക്കെ,
എന്നാൽ മറ്റ് ബാങ്കുകൾക്ക് തന്നെ ആ ബാങ്കുകൾക്ക് സ്വതന്ത്രമായ രീതിയിൽ ഇത്ര പെർസെൻറ്റേജ് കൊടുക്കാം, ഇൻട്രസ്റ്റ് കൊടുക്കാം എന്നൊക്കെ ഉണ്ട്. എന്നാൽ പേയ്മെന്റ് ബാങ്ക് RBI എത്രയാണോ ആ എമൗണ്ടിന് ഇൻട്രസ്റ്റ് നിശ്ചയിച്ചിട്ടുള്ളത് അതനുസരിച്ചുള്ള ക്യാഷാണ് ഇൻട്രസ്റ്റ് ആയിട്ട് പേയ്മെന്റ് ബാങ്ക് കൊടുക്കുന്നത്. ആ ഒരു സ്വാതന്ത്ര്യം മറ്റ് ബാങ്കുകളുടെ സ്വാതന്ത്ര്യം ഇൻട്രസ്റ്റ് നിശ്ചയിക്കുന്നതിൽ പേയ്മെന്റ് ബാങ്കിനില്ല. അതുപോലെ പേയ്മെന്റ് ബാങ്കുകൾക്ക് ക്രെഡിറ്റ് കാർഡ് ഇല്ല, അതുപോലെ ക്രെഡിറ്റ് നൽകുന്നില്ല, അതായത് കടം നൽകുന്നില്ല. കടം നൽകാനുള്ള കാർഡ്, അതായത് ക്രെഡിറ്റ് കാർഡ് ഇല്ല, അതുപോലെ ക്രെഡിറ്റിന് ക്യാഷും കൊടുക്കുന്നില്ല, വായ്പ നൽകുന്നില്ല പേയ്മെന്റ് ബാങ്ക്. ഡെബിറ്റ് കാർഡ് കിട്ടും. ഡെബിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കാർഡാണ് ഡെബിറ്റ് കാർഡ്, വിഡ്രോയിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന കാർഡ്. ആ കാർഡ് കിട്ടും, പക്ഷെ ക്രെഡിറ്റ് കാർഡ് കിട്ടില്ല, വായ്പയും നൽകില്ല. അതാണ് പേയ്മെന്റ് ബാങ്കിന്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. ദെൻ നമ്മൾ ഈ ബാങ്ക് ഇടപാടുകൾ നടത്തുമല്ലോ പേയ്മെന്റ് ബാങ്കായിട്ട്, നമ്മൾ ബാങ്ക് ഇടപാടുകൾ നടത്തുമ്പോൾ അതിന്റെ ആ ഒരു സർവീസിനുള്ള ഫീസ് ഇവർ ഈടാക്കുന്നുണ്ട്. അപ്പൊ നിശ്ചിത ഫീസ് കമ്മീഷനായിട്ട് പേയ്മെന്റ് ബാങ്ക് ഈടാക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പേയ്മെന്റ് ബാങ്കിനുള്ളത്. പേയ്മെന്റ് ബാങ്ക് രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേരാകുന്നു നച്ചികേത് മോർ കമ്മിറ്റി. നച്ചികേത് മോർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലൂടെയാണ് പേയ്മെന്റ് ബാങ്ക് ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ് ബാങ്ക് ആകുന്നു എയർടെൽ പേയ്മെന്റ് ബാങ്ക്. അത് മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് ഫേമസ് ആയിട്ടുള്ള പേയ്മെന്റ് ബാങ്കുകൾ ഉണ്ട്. അതിന്റെ പേരൊക്കെ ഒന്ന് വായിക്കാം. എയർടെൽ പേയ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ് ബാങ്ക് ആണ്. അതുപോലെ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്, പേടിഎം, ജിയോ പേയ്മെന്റ് ബാങ്ക്, ഫിനോ പേയ്മെന്റ് ബാങ്ക്, ഇതൊക്കെ ഇന്ത്യയിലുള്ള പേയ്മെന്റ് ബാങ്കിന് എക്സാമ്പിൾസ് ആകുന്നു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മുദ്ര ബാങ്കിനെ കുറിച്ചാണ്. മുദ്ര ബാങ്ക് നിലവിൽ വന്നത് 2015 ഏപ്രിൽ 8-നാകുന്നു. മുദ്ര ബാങ്കിന്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ സ്മോൾ ആൻഡ് മൈക്രോ എന്റർപ്രൈസസിനെ, അതുപോലെ സ്മോൾ ബിസിനസ് സ്റ്റാർട്ടപ്പിന് സഹായിക്കുക, വായ്പ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി നിലവിൽ വന്ന ബാങ്ക് ആകുന്നു മുദ്ര ബാങ്ക്. ഈ ബാങ്ക് നിലവിൽ വരാൻ കാരണമായത് പ്രധാനമന്ത്രി മുദ്ര യോജനയുടെ ഭാഗമായിട്ടാണ് മുദ്ര ബാങ്ക് നിലവിൽ വന്നത്. 2015 ഏപ്രിൽ 8-നാണ് ഈ ബാങ്ക് വന്നത്. മുദ്രയുടെ ഫുൾ ഫോം മൈക്രോ യൂണിറ്റ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ബാങ്ക് എന്നാണ്. ഇതിന്റെ ആസ്ഥാനം മുംബൈയിലാകുന്നു. ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ ചെറുകിട സംരംഭകർക്ക്, ചെറുകിട ബിസിനസ് വ്യവസായികൾക്ക് വായ്പ നൽകുക എന്നുള്ളതാകുന്നു മുദ്ര ബാങ്കിന്റെ മെയിൻ പർപ്പസ്. മുദ്ര ബാങ്ക് കൊടുക്കുന്ന ലോണ് 3 ടൈപ്പ് ഉണ്ട്. ശിശു, കിഷോർ, തരുൺ എന്നീ 3 ടൈപ്പ് ലോണാണ് മുദ്ര ബാങ്ക് കൊടുക്കുന്നത്. മുദ്രയുടെ ശിശു ലോൺ പ്രകാരം 50,000 രൂപയാണ് ലോൺ കിട്ടുന്നത്. കിഷോർ വെച്ചിട്ട് 5 ലക്ഷം രൂപയും തരുൺ വെച്ച് 10 ലക്ഷം രൂപയുമാണ് നമുക്ക് ലോൺ കിട്ടുന്നത്. അപ്പോ ഈ 2 ടൈപ്പ് ബാങ്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സും ഡിഫറൻസസും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ബാങ്ക് ഇതര സ്ഥാപനങ്ങളുണ്ട്, അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, അതുപോലെ ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ, ഇതെല്ലാം നോൺ ബാങ്കിങ് സ്ഥാപനങ്ങൾക്ക് എക്സാമ്പിൾസ് ആകുന്നു. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് പറയാം. അപ്പൊ ആദ്യം നമുക്ക് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ എന്നുള്ളതിലേക്ക് പോകാം. അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്ന ഒന്നാകുന്നു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. അത് എക്സാമ്പിൾ ആകുന്നു KSFE, ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ആകുന്നു KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്, അതൊരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ആകുന്നു. നമുക്ക് ഇതിനെ കുറിച്ചൊന്ന് നോക്കാം. ഭാരതീയ റിസർവ് ബാങ്കിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനി ആകുന്നു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. ഭാരതീയ റിസർവ് ബാങ്കിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനി ആകുന്നു. 1956 കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇവ ബാങ്കുകളുടെ അടിസ്ഥാന ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അപ്പൊ ബാങ്കുകളുടെ ബേസിക് ഫങ്ഷൻസ് ഒക്കെ ഇതിനുണ്ട്. 1956 കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്കുകളാകുന്നു ഇവ. ഈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിന്റെ സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർ ചിട്ടി നടത്തുന്നുണ്ടാകും, അതുപോലെ സ്വർണ്ണ പണയത്തിന്റെ മേൽ വായ്പ കൊടുക്കും, അതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉള്ളവർക്ക് ആ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ എമൗണ്ടിന്റെ അടിസ്ഥാനത്തിൽ വായ്പ നൽകും, വീട് നിർമ്മാണത്തിന് വായ്പ നൽകും, ഹയർ പർച്ചേസിന് വായ്പ നൽകും. ഇതൊക്കെയാണ് ഇവരുടെ പ്രധാന സർവീസ് എന്ന് പറയുന്നത്. KSFE ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഓക്കെ, ദെൻ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളുണ്ട്. മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു നമുക്ക് ഷെയർ കൊടുക്കാൻ പറ്റും. വലിയ വലിയ കമ്പനികൾക്ക് നമുക്ക് ഷെയർ കൊടുത്ത് ഇവിടെ ഇൻട്രസ്റ്റ് അല്ല കിട്ടുന്നത്. നമ്മൾ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആ കമ്പനി ഷെയറിന്റെ പ്രോഫിറ്റ് അനുസരിച്ചുള്ള ക്യാഷ് നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ മറ്റ് ബാങ്കുകളിൽ നമ്മൾ ക്യാഷ് കൊടുക്കുമ്പോൾ അതിന് ഇത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കിട്ടും എന്നുള്ള സിസ്റ്റം അല്ല മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്നത്. ഇവിടെ വലിയ വലിയ കമ്പനികൾ ഉണ്ടാകും. ആ കമ്പനികൾക്ക് നമ്മൾ ഇത്ര രൂപ ഷെയർ കൊടുക്കുമ്പോൾ ആ കമ്പനി പ്രോഫിറ്റിലേക്ക് പോവുകയാണെങ്കിൽ അതനുസരിച്ചുള്ള എമൗണ്ട് നമുക്ക് കിട്ടും. ആ രീതിയിലുള്ള സ്ഥാപനങ്ങളാണ് മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമുക്കത് വായിച്ചു നോക്കാം. മ്യൂച്വൽ ഫണ്ട് ഒരു നിക്ഷേപ മാർഗമാണ്. സാധാരണക്കാർക്ക് നേരിട്ട് ഓഹരി കമ്പോളത്തിൽ പ്രവർത്തിക്കാൻ പലപ്പോഴും കഴിയാറില്ല. ശരിയാണ്. അപ്പൊ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു നിക്ഷേപ മാർഗമാണ്.
അപ്പൊ സാധാരണക്കാർക്ക് നേരിട്ട് ഓഹരി കമ്പോളത്തിൽ പ്രവർത്തിക്കാൻ പലപ്പോഴും കഴിയാറില്ല. ഈ പരിമിതി മറികടക്കാൻ മ്യൂച്വൽ ഫണ്ട് സംവിധാനത്തിലൂടെ കഴിയും. നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ച് ഓഹരി കമ്പോളത്തിലും അതുപോലെ കടപ്പത്രങ്ങൾ, അടിസ്ഥാന വികസന മേഖല എന്നിവയിലൊക്കെ നിക്ഷേപിക്കുന്നു. ഇതിലൂടെ ലഭിക്കുന്ന ലാഭം അഥവാ നഷ്ടം നിക്ഷേപകർക്ക് വീതിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളവർക്ക് അത് വീതിച്ചു നൽകും. സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും ഇപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ പ്രൈവറ്റ് മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതുപോലെ പബ്ലിക് സെക്ടറിലും മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാകുന്നു യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട്, അതുപോലെ SBI മ്യൂച്വൽ ഫണ്ട്, ഇതൊക്കെ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പബ്ലിക് സെക്ടറിൽ വരുന്ന മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പേരാണ് നമ്മളിപ്പോൾ വായിച്ചത്. UTI, അതുപോലെ LICMF, SBI മ്യൂച്വൽ ഫണ്ട്, ഇതൊക്കെ പബ്ലിക് സെക്ടറിൽ വരുന്ന മ്യൂച്വൽ ഫണ്ട് ആകും. ഇവിടെ ഷെയർ കൊടുക്കുക നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഷെയറിന്റെ പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്, ഇൻട്രസ്റ്റ് അല്ല മ്യൂച്വൽ ഫണ്ടിൽ വരുന്നത്. ദെൻ ഇൻഷുറൻസ് കമ്പനികൾ. ഇൻഷുറൻസ് കമ്പനികൾ എന്ന് പറയുമ്പോൾ വ്യക്തികളുടെ ജീവനും സ്വത്തിനും അതുപോലെ സാമ്പത്തിക സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങളാണ് ഇൻഷുറൻസ് കമ്പനികൾ. ഇവ സാമൂഹിക സുരക്ഷിതത്വവും വ്യക്തിഗത ക്ഷേമവും ഉറപ്പുവരുത്തുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി 1818 കൊൽക്കത്തയിലാണ് സ്ഥാപിച്ചത്. ഓക്കെ, അപ്പോ ഇൻഷുർ ചെയ്യുന്നവ നമുക്ക് ഇവിടെ പറയുന്നതേ ഉള്ളൂ. വ്യക്തികളുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങളാണ് ഇൻഷുറൻസ് കമ്പനികൾ. ഇവ സാമൂഹിക സുരക്ഷിതത്വവും വ്യക്തിക്ഷേമവും ഉറപ്പുവരുത്തുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി കൊൽക്കത്തയിലാണ് സ്ഥാപിച്ചത്. വർഷം 1818 അപ്പൊ ഇൻഷുറൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാകുന്നു? വ്യക്തിയുടെ ജീവൻ, സ്വത്തുക്കൾ, വാഹനങ്ങൾ, സ്ഥാപനങ്ങളിലെ വസ്തുവകകൾ, കാർഷിക വിളകൾ, കയറ്റുമതി ഉൽപ്പന്നങ്ങൾ, താൽക്കാലിക സംരംഭങ്ങളായിട്ടുള്ള ഫോർ എക്സാമ്പിൾ സർക്കസ്, വിപണന മേള തുടങ്ങിയവ. നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ വരുന്നത് അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയ മൂലം വ്യക്തികൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാനായിട്ടാണ്. അപകടം, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയ മൂലം വ്യക്തികൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളതാണ് നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. പഞ്ചവത്സര പദ്ധതി, അതായത് 5 ഇയർ പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5 ഇയർ പ്ലാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ 12 5 ഇയർ പ്ലാനാണ് ഉണ്ടായിരുന്നത്. 1951 തുടങ്ങി 2014 വരെയായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ 5 ഇയർ പ്ലാൻ ഉണ്ടായിരുന്നത്. 1951 തുടങ്ങിയ പഞ്ചവത്സര പദ്ധതിയുടെ ആദ്യ 3 പഞ്ചവത്സര പദ്ധതിയുടെ വർഷങ്ങളെല്ലാം കണ്ടിന്യൂസ് ആയിരുന്നു. മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം 3 വർഷത്തെ ഗ്യാപ്പ് വന്നു. ദെൻ 4, 5 പഞ്ചവത്സര പദ്ധതികളുടെ വർഷങ്ങളും കണ്ടിന്യൂസ് ആയിരുന്നു. 5ാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം 1 ഇയർ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതിനുശേഷം 6, 7 പഞ്ചവത്സര പദ്ധതികൾ കണ്ടിന്യൂസ് ആയിരുന്നു. 7ാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം ഒരു 2 ഇയർ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പിന്നീട് 8, 9, 10, 11, 12 പഞ്ചവത്സര പദ്ധതികൾ കണ്ടിന്യൂസ് ആയിരുന്നു. നമുക്കതിന്റെ വർഷങ്ങളൊന്ന് നോക്കാം. അതായത് 1, 2, 3 5 ഇയർ പ്ലാൻസ് എല്ലാം കണ്ടിന്യൂസ് ആണ്. മൂന്നാമത്തെ 5 ഇയർ പ്ലാനിന് ശേഷം 3 വർഷത്തെ ഗ്യാപ്പ് വന്നു. 4, 5 5 ഇയർ പ്ലാൻ കണ്ടിന്യൂസ് ആണ്. 5ാമത്തെ 5 ഇയർ പ്ലാനിന് ശേഷം 1 ഇയർ ഗ്യാപ്പ് വന്നു. 6, 7 5 ഇയർ പ്ലാൻ കണ്ടിന്യൂസ് ആണ്. 7ാമത്തെ 5 ഇയർ പ്ലാനിന് ശേഷം 2 ഇയർ ഗ്യാപ്പ് വന്നു. അതിനുശേഷം 8, 9, 10, 11, 12 5 ഇയർ പ്ലാൻസ് എല്ലാം കണ്ടിന്യൂസ് ആണ്. 12ാം പഞ്ചവത്സര പദ്ധതിയോട് കൂടി പഞ്ചവത്സര പദ്ധതി അവസാനിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ വരുന്നത് 1951 to 1956. സെക്കൻഡ് 5 ഇയർ പ്ലാൻ വരുന്നത് 1956 to 1961. തേർഡ് 5 ഇയർ പ്ലാൻ വരുന്നത് 1961 to 1966. അപ്പോൾ മൂന്നാമത്തെ 5 ഇയർ പ്ലാനിന് ശേഷം 3 വർഷത്തെ ഗ്യാപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നീട് 4, 5 5 ഇയർ പ്ലാൻ ഇതിന്റെ കണ്ടിന്യൂസ് അല്ല. 4, 5 5 ഇയർ പ്ലാൻ വരുന്നത് 1969 to 1974 ആണ്. 5ാമത്തെ 5 ഇയർ പ്ലാൻ വരുന്നത് 1974 to 1979 ആകുന്നു. 5ാമത്തെ 5 ഇയർ പ്ലാൻ വരുന്നത് 1974 to 1979 ആകുന്നു. 5ാമത്തെ 5 ഇയർ പ്ലാനിന് ശേഷം 1 ഇയർ ഗ്യാപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 6ാമത്തെ 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1980 മുതലാകുന്നു. 1980 to 1985 ആണ് 6th 5 ഇയർ പ്ലാൻ വരുന്നത്. 7th 5 ഇയർ പ്ലാൻ വരുന്നത് 1985 to 1990 വരെയാകുന്നു. 7th 5 ഇയർ പ്ലാനിന് ശേഷം 2 ഇയർ ഗ്യാപ്പ് വരുന്നുണ്ട്. അതിനുശേഷം പിന്നീട് 8th 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1990 to 1997 ആണ്. 8th 5 ഇയർ പ്ലാൻ മുതൽ 12th 5 ഇയർ പ്ലാൻ വരെ വരുന്ന വർഷങ്ങൾ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമ്മൾ 8th 5 ഇയർ പ്ലാനിലെ ആ സ്റ്റാർട്ടിംഗിൽ വരുന്ന വർഷം ഓർത്ത് വെച്ചാൽ മതി. ബാക്കിയെല്ലാം 5 വെച്ചിട്ട് ആഡ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ 8th 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1992 അതുകൊണ്ട് തന്നെ 8th 5 ഇയർ പ്ലാൻ 1992 to 1997. അപ്പോൾ 9th നമുക്ക് എടുക്കാമല്ലോ, 1997 to 2002. 10th അതുപോലെ തന്നെ 2002 to 2007. 11th 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ 2007 to 2012. 12th 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും 2012 to 2017 എന്ന് വിചാരിക്കും. പക്ഷേ 2014 ആയപ്പോഴേക്കും
5 ഇയർ പ്ലാൻ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. 5 ഇയർ പ്ലാൻ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അല്പം പ്രയാസമായിട്ട് തോന്നുന്നത് ഈ വർഷങ്ങൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. 1, 2, 3 5 ഇയർ പ്ലാൻസ് കണ്ടിന്യൂസ് ആയിരുന്നു. മൂന്നാമത്തെ 5 ഇയർ പ്ലാനിന് ശേഷം 3 വർഷത്തെ ഗ്യാപ്പ് വന്നു. 4, 5 പഞ്ചവത്സര പദ്ധതികളും കണ്ടിന്യൂസ് ആയിരുന്നു. അതിനുശേഷം 5ാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം 1 ഇയർ ഗ്യാപ്പ് വന്നു. 6, 7 പഞ്ചവത്സര പദ്ധതികൾ കണ്ടിന്യൂസ് ആയിരുന്നു. 7ാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം 2 വർഷത്തെ ഗ്യാപ്പ് വന്നു. പിന്നീട് 8, 9, 10, 11, 12 പഞ്ചവത്സര പദ്ധതികൾ കണ്ടിന്യൂസ് ആയിരുന്നു. പിന്നെ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം, 8ാമത്തെ പഞ്ചവത്സര പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നത് 1992-ലാണ്. ബാക്കിയെല്ലാം 5 വർഷം വെച്ച് ആഡ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. അതങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ആദ്യത്തെ 3 5 ഇയർ പ്ലാൻ, അതായത് ആദ്യത്തെ 3 പഞ്ചവത്സര പദ്ധതികൾ കഴിയുമ്പോൾ 3 വർഷത്തെ ഗ്യാപ്പ്, പിന്നീട് വരുന്ന 2 പഞ്ചവത്സര പദ്ധതികൾ കഴിയുമ്പോൾ 1 വർഷത്തെ ഗ്യാപ്പ്, അടുത്ത 2 പഞ്ചവത്സര പദ്ധതികൾ കഴിയുമ്പോൾ 2 വർഷത്തെ ഗ്യാപ്പ്, അങ്ങനെ ഓർത്താൽ മതി. പിന്നീട് 8, 9, 10, 11 പഞ്ചവത്സര പദ്ധതികൾ കണ്ടിന്യൂസ് ആണ്. 8ാമത്തെ പഞ്ചവത്സര പദ്ധതികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1992-ലാണ്. ഓക്കെ. 12ാമത്തെ പഞ്ചവത്സര പദ്ധതി 2012-ൽ തുടങ്ങി 2017-ൽ തീരേണ്ടതായിരുന്നു. പക്ഷേ 2014 ആയപ്പോഴേക്കും ഈ പഞ്ചവത്സര പദ്ധതി, അതായത് 5 ഇയർ പ്ലാൻ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. ദെൻ ഓരോ പഞ്ചവത്സര പദ്ധതിയിലെയും ലക്ഷ്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു വ്യവസായിക വികസനം. 3ാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. 4ാം പഞ്ചവത്സര പദ്ധതി സ്ഥിരതയോട് കൂടിയ വളർച്ച, സ്വാശ്രയത്വം. 5ാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 6ാം പഞ്ചവത്സര പദ്ധതി കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തൽ. 7ാം പഞ്ചവത്സര പദ്ധതി ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. 8 മാനവശേഷി വികസനം. 9 ഗ്രാമീണ വികസനം. 10 മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കൽ. 11 മുഴുവൻ ജനങ്ങളുടെയും സമഗ്ര വികസനം. 12 സുസ്ഥിര വികസനം തുടങ്ങിയ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയായിരുന്നു ഓരോ പഞ്ചവത്സര പദ്ധതികളും നടപ്പിലാക്കിയത്. ഒരു കാര്യം കൂടിയുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 1ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരുണ്ട്. അതിന്റെ പേരാകുന്നു ഹറോൾഡ് ഡോമർ മാതൃക. ഹറോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെട്ടിരുന്ന പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് 1ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ തന്നെ 2ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരുണ്ട്. അതിന്റെ പേരാകുന്നു മെഹലനോബിസ് മാതൃക. മെഹലനോബിസ് മാതൃക എന്നറിയപ്പെട്ടിരുന്ന പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് 2ാം പഞ്ചവത്സര പദ്ധതിയാകുന്നു. ഓക്കെ. അപ്പോൾ 1ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാകുന്നു ഹറോൾഡ് ഡോമർ മാതൃക. 2ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാകുന്നു മെഹലനോബിസ് മാതൃക. ഈ പറഞ്ഞ ഓരോ പഞ്ചവത്സര പദ്ധതിയുടെയും ലക്ഷ്യങ്ങൾ ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ നമുക്കൊരു കഥ പോലെ അറേഞ്ച് ചെയ്യാം. ഞാൻ ആ കഥ പറയാം. നമ്മുടെ കഥാനായകന്റെ പേര് അർണോൾഡ് എന്നാകുന്നു. അർണോൾഡ് ഒരു കർഷകനായിരുന്നു. തന്റെ കാർഷിക മേഖലയിലെ സമഗ്ര വികസനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു മികച്ച കർഷകനായിരുന്നു അർണോൾഡ്. അർണോൾഡ് ഒരിക്കൽ മാഹിൻ എന്ന തന്റെ സുഹൃത്തുമായി പാർട്ണർഷിപ്പിൽ നിന്നുകൊണ്ട് ഒരു കാർഷിക വ്യവസായശാല തുടങ്ങുവാൻ തീരുമാനിച്ചു. പലതരത്തിലുള്ള അഗ്രികൾച്ചറൽ ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി ആയിരുന്നു അവർ ഉദ്ദേശിച്ചത്. അങ്ങനെ ആ ഇൻഡസ്ട്രി വലിയ സക്സസ് ആയി മാറുകയും അവരുടെ സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്തു. അവരുടേത് ഒരു ഫുഡ് പ്രോഡക്റ്റ് വിൽക്കുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ പുറത്തെ മാർക്കറ്റുകളിൽ നിന്നും ഫുഡ് ഐറ്റംസ് ഒന്നും തന്നെ വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയും അവർക്ക് പിന്നീട് വന്നില്ല. അങ്ങനെ അവർ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുകയും അവർക്ക് സ്ഥിരതയോടുകൂടിയ വളർച്ച ഉണ്ടാവുകയും ചെയ്തു. അവർ ശരിക്കും സെൽഫ് സഫിഷ്യൻ്റായി മാറുകയാണ് അവിടെ ചെയ്തത്. തങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ തങ്ങളുടെ ഗ്രാമത്തിലെ ഓരോ കർഷകർക്കും ഉണ്ടായി കഴിഞ്ഞാൽ ആ ഗ്രാമം മുഴുവനും ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടക്കുമല്ലോ എന്നവർ കരുതി. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഗ്രാമത്തിലെ ഓരോ കൃഷിയിടങ്ങളിലും കാർഷിക വ്യവസായ മേഖലകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ആധുനികവൽക്കരിച്ച് അവിടെ ഓരോ കർഷകർക്കും അവർ ജോലി കൊടുത്തു. അവിടുത്തെ ആളുകൾക്കെല്ലാം ജോലി കിട്ടിയതോടുകൂടി അവിടെ വലിയ മനുഷ്യ വികസനം ഉണ്ടാവുകയും അതിലൂടെ ഗ്രാമീണ വികസനം നടപ്പാവുകയും ആളുകൾക്കെല്ലാം പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള ക്യാപിറ്റൽ, അതായത് മൂലധനം അവർക്കുണ്ടാവുകയും ചെയ്തു. അങ്ങനെ അവിടുത്തെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും സമഗ്ര വികസനം ഉണ്ടാവുകയും ആ നാട് സുസ്ഥിര വികസനത്തിലേക്ക് മാറുകയും ചെയ്തു.